ഗുഡ് ഈവനിങ്, ഗുഡ് ഈവനിങ്. വോയിസ് ഓഡിയബിൾ ആണോ? കേൾക്കാവോ? കുറച്ച് സമയം കൂടി ഒന്ന് വെയിറ്റ് ചെയ്യാം. ഇന്ന് എവിടെയെങ്കിലും മഴയുണ്ടോ? ചാറ്റ് ബോക്സിൽ ഒന്ന് വരണേ. യൂട്യൂബിൽ ലൈവ് സ്ട്രീം അറ്റൻഡ് ചെയ്യുന്ന ആളുകളൊന്ന് കമന്റ് ചെയ്താൽ മതി അവിടെ. ചില സ്ഥലങ്ങളിൽ മഴയുണ്ട്, ചിലയിടത്തില്ല. ഓക്കെ, യെസ്. ഇവിടെ പെട്ടെന്ന് ഇപ്പൊ മഴ പെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. ചില സ്ഥലങ്ങളിൽ ഇല്ല, ചില സ്ഥലങ്ങളിലുണ്ട്. ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്ത് നോക്കാം, കുറച്ചും കൂടെ ആളുകൾ ജോയിൻ ആയി വരാനുണ്ട്. എത്ര ആളുകൾ പുതുതായിട്ട് ഈ ഒരു സെഷൻ അറ്റൻഡ് ചെയ്യുന്നുണ്ട്? പുതുതായിട്ട് ഈ സെഷൻ അറ്റൻഡ് ചെയ്യുന്ന ആളുകൾ എത്രയാ? ഓരോന്ന് എസ് ടൈപ്പ് ചെയ്തോളെ. പുതുതായിട്ട് കമന്റ് വരുന്ന ആളുകൾ എസ്, അവരുടെ സ്ഥലം ഒന്ന് ജസ്റ്റ് ടൈപ്പ് ചെയ്തോളൂ. നമുക്കൊരു 8:05 ആകുമ്പോഴേക്കും സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. എല്ലാവരും നിങ്ങളുടെ പേരും സ്ഥലമൊക്കെ ഒന്ന് ജസ്റ്റ് കമന്റ് ബോക്സിൽ അങ്ങ് ഓടിച്ചു വിട്ടോളൂ. യൂട്യൂബിനകത്ത് കാണുന്ന ആളുകൾ അവിടെ ടൈപ്പ് ചെയ്തോളൂ. ഓക്കെ, ഫൈൻ. പതുക്കെ സ്റ്റാർട്ട് ചെയ്യാം. മൈക്ക് അൺമ്യൂട്ട് ചെയ്യാൻ കഴിയുന്നുണ്ട്? ആരെങ്കിലും ഒരാൾ ഹായ് എന്ന് പറഞ്ഞേ. Hi, sir. Hi, sir. Evening. Hi, sir. ഹായ് 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 ഹായ്. ഓക്കെ, ഫൈൻ. യൂട്യൂബിനകത്ത് കാണുന്ന അവിടെ ഹായ് ഹൂയ് എന്നൊക്കെ പറഞ്ഞാൽ മതി കേട്ടോ. ഞാൻ ഇവിടെ ചെക്ക് ചെയ്യുന്നുണ്ട്, നോക്കാം. എവിടെയായിരുന്നു ലാസ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നത്? സൗണ്ടൊക്കെ ഓക്കെ അല്ലേ? ഞാൻ പറയുന്ന കാര്യങ്ങളൊക്കെ വ്യക്തമുണ്ടല്ലോ? ലാസ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്ത് എവിടെയായിരുന്നു? ട്രേഡിംഗ് അക്കൗണ്ടിന്റെ ഫോർമാറ്റ്. എന്തായിരുന്നു? ട്രേഡിംഗ് അക്കൗണ്ടിന്റെ ഫോർമാറ്റ്. ട്രേഡിംഗ് അക്കൗണ്ട് ഫോർമാറ്റ് ആയിരുന്നല്ലേ ഡിസ്കസ് ചെയ്തിരുന്നത്? ഓക്കെ. അപ്പൊ അതിലെ കുറച്ച് പ്രോബ്ലംസ് ഒക്കെ ചെയ്തിട്ടുണ്ടാവില്ലേ? അന്ന് നമ്മൾ ലൈവ് സെഷൻ തന്നെ നമ്മൾ ചെയ്തിട്ടില്ലേ? ട്രേഡിംഗ് അക്കൗണ്ടിന്റെ എന്തായിരുന്നു? ഒരു പ്രോബ്ലം ചെയ്തിട്ടുണ്ട്. ട്രേഡിംഗ് അക്കൗണ്ട് ഒരു ഫോർമാറ്റ് ചെയ്തിട്ടുണ്ട് അല്ലേ? ഓക്കെ. പ്രോഫിറ്റ് ലോസ് അക്കൗണ്ടിലേക്ക് നമ്മൾ എത്തിയിട്ടുണ്ടോ? അല്ലെങ്കിൽ ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടോ? ഇല്ല, ട്രേഡിംഗ് അക്കൗണ്ടേ ചെയ്തിട്ടുള്ളൂ. ഓക്കെ. ലാസ്റ്റ് ചെയ്ത പ്രോബ്ലം ഏതാന്ന് ഓർക്കുന്നുണ്ടോ? സാർ 48,500 വരുന്ന ഒരു ഇതാണ് ഗ്രോസ് പ്രോഫിറ്റ്. 14,500. 48,500. ആ, ഓക്കെ. Opening stock 50,000. ഓക്കെ. ഓപ്പണിംഗ് സ്റ്റോക്ക് 14,000, ക്ലോസിംഗ് സ്റ്റോക്ക് 15,000 ഉള്ള ഒരു പ്രോബ്ലം തോന്നുന്നു അല്ലേ? അതെ അതെ സാർ. ഓക്കെ ഓക്കെ. അത് കഴിഞ്ഞതിന് ശേഷം ചെറിയൊരു ലെഡ്ജറിന്റെ വർക്ക് കൂടി തരാം. അതൊന്ന് പെട്ടെന്ന് കൂടി കംപ്ലീറ്റ് ചെയ്യാം. ജസ്റ്റ് ഒന്ന് ഓർമ്മിക്കാൻ വേണ്ടിയിട്ടാണ്. അത് കഴിഞ്ഞതിന് ശേഷം നേരെ നമുക്ക് അടുത്തൊരു സെഗ്മെന്റിലേക്ക് പോവാം. ഓക്കെ. സ്ക്രീൻ കാണുന്നുണ്ടോ?
സ്ക്രീൻ കാണുന്നില്ലേ? യെസ് സർ. ഓക്കെ, ജസ്റ്റ് ഇതൊന്നും ഓടിച്ച് ചെയ്യാം. എല്ലാവരും മ്യൂട്ട് ചെയ്യണേ. ആവശ്യമില്ലാത്ത സംസാരിച്ച് ഞങ്ങളൊക്കെ ഒന്ന് മ്യൂട്ട് ചെയ്യാം. പെട്ടെന്ന് ചെയ്തോളൂ കേട്ടോ. ഞാൻ ഇങ്ങനെ ടൈപ്പ് ചെയ്യുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് അവിടെ ചെയ്യാം. ഞാൻ അധികം തരുന്നില്ല, കുറച്ചുള്ളൂ തരുന്നുള്ളൂ. ടേബിൾ ഫോർമാറ്റിലാണ് ചെയ്യേണ്ടത്, മറ്റേ ചെയ്താൽ മതിയോ? മറ്റേ വഴി ചെയ്താൽ മതിയോ? എന്തായിരുന്നു? ടേബിൾ ഫോർമാറ്റിലാണ് ചെയ്യണമെന്ന് ചോദിക്കുക. ട്രേഡിംഗ് ആ അക്കൗണ്ട് നിങ്ങൾക്ക് ചെയ്യണോ? ഇല്ല, നിങ്ങൾക്ക് അങ്ങനെ ചെയ്താൽ നല്ലതാണ്. ഇനി അതല്ലാത്ത രീതിയിൽ നിങ്ങൾക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്നെങ്കിൽ അങ്ങനെ ചെയ്യാം. നമുക്ക് അടുത്തതിലേക്ക് കടക്കാൻ വേണ്ടി ജസ്റ്റ് ഒന്ന് കാണിച്ചു പോകുന്നത് മാത്രമേ ചെയ്തു പോകുന്നത് നല്ലതാണ്. ഓക്കെ ഓക്കെ. ഫാസ്റ്റ് ആയിട്ട് ഓടിച്ചോളൂ. ഇപ്പൊ ഈ ഒരു പ്രോബ്ലം ആണ് നിങ്ങൾ ഫാസ്റ്റ് ആയിട്ട് ചെയ്യേണ്ടത്. ഈ ലോഡിങ് അൺലോഡിങ് നമ്മളൊരു പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യുമായി ബന്ധപ്പെട്ടുള്ള ലോഡിങ് അൺലോഡിങ് ആണ്. കസ്റ്റം ഡ്യൂട്ടി നമ്മൾ പർച്ചേസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഉണ്ടാവുന്ന കസ്റ്റം ഡ്യൂട്ടിയാണ്. പർച്ചേസ് ചെയ്യുമ്പോഴുള്ള ടാക്സ് ആണ് മറ്റേത് പറഞ്ഞേക്കുന്നത്. നമുക്കിത് എത്ര ഗ്രോസ് പ്രോഫിറ്റ്, ഗ്രോസ് ലോസ് എത്ര കിട്ടി, കിട്ടിയ ആളുകൾ പെട്ടെന്ന് കംപ്ലീറ്റ് ഒന്ന് എഴുതാം. നമുക്ക് അടുത്തതിലേക്ക് പോകാൻ വേണ്ടിയിട്ടാണ്. ജസ്റ്റ് കമന്റ് ചെയ്ത് വിട്ടാൽ മതി.
കംപ്ലീറ്റ് ആയ ആളുകൾ കംപ്ലീറ്റ് ആയി ടൈപ്പ് ചെയ്തോട്ടോ. യൂട്യൂബിലുള്ള ആളുകൾ അവിടെ കംപ്ലീറ്റ് ഒന്ന് ടൈപ്പ് ചെയ്യാം. ഇവിടെ കഴിഞ്ഞ ആളുകൾ ഇവിടെയും പറഞ്ഞാൽ മതി. ഓക്കെ, ഫൈൻ. ഇതിന്റെ ആൻസർ നമുക്ക് കിട്ടുന്നത് ഗ്രോസ് ലോസ് ആണ്. ഗ്രോസ് ലോസ് ആയിട്ട് 22,650 ആയിട്ട് ഇതാണ് ഗ്രോസ് ലോസ് ആയിട്ട് വരുന്നത്. ഓക്കെ, ഈ രീതി തന്നെയാണോ നിങ്ങൾക്കൊക്കെ കിട്ടിയിരിക്കുന്നത്? ഈ രീതിയിലാണോ കിട്ടിയിരിക്കുന്നത് എല്ലാവർക്കും? അതെ സർ, അതെ അതെ. ക്ലിയർ അല്ലേ? ചെറിയ വർക്ക് വന്ന് നിങ്ങൾക്ക് പഴയതൊന്ന് ഓർമ്മിക്കാൻ വേണ്ടിയിട്ട് തന്നത് മാത്രം. ഓക്കെ, ഫൈൻ. ഇനിയുള്ളത് നമുക്ക് പഠിക്കാനുള്ളത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ആണ്. ഇനി ചെയ്യാത്ത ആളുകൾ ജസ്റ്റ് ഇതൊന്ന് സ്ക്രീൻഷോട്ട് എടുത്തു വെച്ചാൽ മതി, പിന്നീട് നിങ്ങൾക്ക് പോയിട്ട് ചെയ്യാം. ഓക്കെ, ഇനി നമുക്ക് നോക്കാനുള്ളത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിനെ പറ്റിയാണ്. ഇപ്പൊ നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളത് ട്രേഡിംഗ് അക്കൗണ്ട് ആണ്. ട്രേഡിംഗ് അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? ട്രേഡിംഗ് അക്കൗണ്ട് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റിൽ അല്ലെങ്കിൽ ഫൈനൽ അക്കൗണ്ട്സിലെ അവസാനത്തെ ഭാഗമാണ് ഏത്? ഇൻകം സ്റ്റേറ്റ്മെന്റും പൊസിഷൻ സ്റ്റേറ്റ്മെന്റും. അതിൽ ഇൻകം സ്റ്റേറ്റ്മെന്റിൽ 2 ഭാഗങ്ങളാണുള്ളത്. ഏതൊക്കെയാണുള്ളത്? അൺമ്യൂട്ട് ചെയ്യാനുള്ള പെർമിഷൻ. പ്രോഫിറ്റ് ആൻഡ് ലോസ്, ട്രേഡിംഗ് അക്കൗണ്ടും പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും. ഓക്കെ, ട്രേഡിംഗ് അക്കൗണ്ടിന്റെ കാര്യം എന്തായിരുന്നു? നമ്മൾ ട്രേഡ് നടത്തിയിട്ടുള്ള ആ ഒരു ആക്ടിവിറ്റിയിൽ നിന്ന് നമുക്ക് കിട്ടുന്ന പൈസയാൽ നമുക്ക് കിട്ടുന്ന വരുമാനത്തിനെ കണ്ടെത്തുക എന്നുള്ളതാണ് ട്രേഡിംഗ് അക്കൗണ്ടിന്റെ ധർമ്മം, അല്ലെ? നമുക്ക് കിട്ടിയിട്ടുള്ള, നമ്മൾ എന്ത് ബിസിനസ് ആണോ ചെയ്യുന്നത് ആ ബിസിനസ്സിൽ നിന്ന് നമുക്ക് എന്താണ് കിട്ടുക എന്നുള്ളത് കണ്ടെത്താൻ വേണ്ടിയിട്ടാണ് ട്രേഡിംഗ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നത്. ഉദാഹരണം, 10 രൂപയുടെ ഒരു സാധനം പർച്ചേസ് ചെയ്ത് 20 രൂപക്ക് വിറ്റ് കഴിഞ്ഞാൽ 10 രൂപ ലാഭം എന്ന് കണ്ടെത്താൻ വേണ്ടിയിട്ടാണ് നമ്മൾ ട്രേഡിംഗ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നത്. അത് യഥാർത്ഥ ലാഭം എന്നല്ല, ബിസിനസ് ഓണേഴ്സിന് അവരുടെ ആവശ്യത്തിന് ഉപയോഗിക്കാൻ പറ്റുന്ന പൈസയല്ല, അത് ബിസിനസിന്റെ തന്നെ എമൗണ്ട് ആണ്. അത് യഥാർത്ഥ ലാഭമല്ല. ഇതിനെയാണ് നമ്മൾ ഗ്രോസ് പ്രോഫിറ്റ് എന്ന് പറയാം. ഗ്രോസ് പ്രോഫിറ്റ് ആണ്. നമുക്ക് നമ്മുടെ ആവശ്യത്തിന്, പേഴ്സണൽ ആയിട്ടുള്ള ആവശ്യത്തിനോ മറ്റോ ഉപയോഗിക്കാൻ വേണ്ടി പറ്റില്ല. ക്ലിയർ അല്ലേ? ഇനി നമ്മൾ ട്രേഡിംഗ് അക്കൗണ്ടിൽ നമുക്കൊരു ഗ്രോസ് പ്രോഫിറ്റോ അല്ലെങ്കിൽ ഗ്രോസ് ലോസോ കിട്ടിക്കഴിഞ്ഞാൽ അടുത്തൊരു സ്റ്റേജ് ആണ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എന്ന് പറയാം. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഇൻകം സ്റ്റേറ്റ്മെന്റിലെ അവസാനത്തെ അക്കൗണ്ട് ആണ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എന്ന് പറയാം. ഒരു ബിസിനസിന്റെ യഥാർത്ഥ നഷ്ടവും യഥാർത്ഥ ലാഭവും കണ്ടെത്താൻ വേണ്ടിയിട്ടാണ് നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നത്. ഒരു ബിസിനസിന്റെ യഥാർത്ഥ ലാഭവും യഥാർത്ഥ നഷ്ടവും കണ്ടെത്താൻ വേണ്ടിയിട്ടാണ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് കീപ്പ് ചെയ്യുന്നത്. അപ്പൊ നേരത്തെ പറഞ്ഞ അതേ എക്സാമ്പിൾ എടുക്കാം. 10 രൂപയുടെ സാധനം വാങ്ങി 20 രൂപക്ക് വിറ്റു. നമ്മൾ ബിസിനസ്സിന് നമുക്കൊരു 10 രൂപ പ്രോഫിറ്റ് കിട്ടി. 10 രൂപ പ്രോഫിറ്റ് കിട്ടി. ആ 10 രൂപ എടുത്ത് നമ്മൾ കീശയിലിട്ടു. അത് കഴിഞ്ഞതിന് ശേഷമാണ് കുറച്ച് കഴിഞ്ഞപ്പോൾ വാടകേൻ്റെ ആൾ വന്നു, കറണ്ട് ബില്ലിൻ്റെ ആൾ വന്നു, സാലറി കൊടുക്കേണ്ട ആളുകൾ വന്നു, കമ്മീഷൻ കൊടുക്കേണ്ട ആളുകൾ വന്നു. ഈ പറയുന്ന ആളുകൾക്കൊക്കെ നമ്മൾ പേയ്മെന്റ് കൊടുത്തു കഴിഞ്ഞ് ബാക്കി നോക്കുന്ന സമയത്ത് നമ്മുടെ കയ്യിൽ 2 രൂപയുള്ളൂ. ഈ 2 രൂപയാണ് നമ്മൾ നെറ്റ് പ്രോഫിറ്റ് എന്ന് പറയുന്നത്. ക്ലിയർ ആയല്ലോ? ഈ 10, 20 എന്നുള്ളത് 20 ലക്ഷം 30 ലക്ഷം ഒക്കെ ആക്കി കണ്ടോളൂ. ഈ 2 രൂപയാണ് നമുക്ക് യഥാർത്ഥത്തിൽ ബിസിനസ്സിൽ നിന്ന് കിട്ടുന്ന നെറ്റ് പ്രോഫിറ്റ്. ഈ നെറ്റ് പ്രോഫിറ്റ് നമുക്ക് എന്ത് ചെയ്യാം? നമ്മുടെ പേഴ്സണൽ ആവശ്യത്തിന് ഉപയോഗിക്കാം. കമ്പനിയിലേക്ക് വേണമെങ്കിൽ റീഇൻവെസ്റ്റ് ചെയ്യാം. കമ്പനിക്ക് വേണ്ടിയിട്ടുള്ള പുതിയ കാര്യങ്ങളിലേക്ക് നമുക്ക് മുമ്പോട്ട് നീക്കാം. വേണമെങ്കിൽ അതിലെ മുഴുവൻ എമൗണ്ടും നമുക്ക് വീട്ടിലേക്ക് കൊണ്ടുപോയി നമ്മുടെ കാര്യങ്ങൾ നടത്താം. അല്ലെങ്കിൽ മുഴുവൻ എമൗണ്ടും കമ്പനിയിലേക്ക് റീഇൻവെസ്റ്റ് ചെയ്യാം. അല്ലെങ്കിൽ കുറച്ച് എമൗണ്ട് എടുത്ത് കുറച്ച് എമൗണ്ട് ഒക്കെ ചെയ്യാം. ഇതാണ് നെറ്റ് പ്രോഫിറ്റ് എന്ന് പറയാം. നെറ്റ് പ്രോഫിറ്റ് ആണ് ബിസിനസിന്റെ യഥാർത്ഥ പ്രോഫിറ്റും യഥാർത്ഥ ലോസും. ക്ലിയർ ആണോ? ഇപ്പൊ 2 രീതിയിലുള്ള ഇൻകം സ്റ്റേറ്റ്മെന്റിൽ 2 ഭാഗങ്ങളാണുള്ളത്. ഏതൊക്കെയുള്ളത്? ഇൻകം സ്റ്റേറ്റ്മെന്റിൽ 2 ഭാഗങ്ങൾ ഏതൊക്കെയുള്ളത്? ഒന്ന് ട്രേഡിംഗ് അക്കൗണ്ടും ട്രേഡിംഗ് അക്കൗണ്ടിന്റെ ധർമ്മം എന്തായിരുന്നു? ആന്റിസിപ്പേറ്റ് പ്രോഫിറ്റ് ആണോ ട്രേഡിംഗ് അക്കൗണ്ടിന്റെ ധർമ്മം? അല്ലല്ല, ഇൻകം നോക്കാൻ പറ്റില്ലേ? ഇൻകം എത്രയാന്ന് വരുമാനം എന്ന് നോക്കാൻ വേണ്ടിട്ടല്ലേ? അതെ അതെ. ആന്റിസിപ്പേറ്റ് ദ പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? ആരോന്ന് ഒരാൾ പറഞ്ഞല്ലോ. ഇത് ഞാൻ എവിടേക്കോ വായിച്ചൊരു സാധനമാണ് പഴയ ക്ലാസ്സിൽ.
ആന്റിസിപ്പേറ്റ് ദ പ്രോഫിറ്റ്. നമുക്ക് ഇത്ര ലാഭം അക്കൗണ്ട് കിട്ടും. തന്നെയാണ് നമ്മൾ പഠിച്ചേക്കുന്നത്. ട്രേഡിംഗ് അക്കൗണ്ട് വെച്ചിട്ട് പ്രോഫിറ്റിനെ ആന്റിസിപ്പേറ്റ് ചെയ്യാൻ പറ്റുമോ? ഇത്ര പ്രോഫിറ്റ് കിട്ടും എന്നുള്ളത് നമ്മള് ആന്റിസിപ്പേറ്റ് ചെയ്യുക. ഇത്ര പ്രോഫിറ്റ് കിട്ടും എന്നുള്ളത് നമ്മൾ കിട്ടുന്നുള്ളത് കറക്റ്റ് എമൗണ്ട് അല്ലേ? ആന്റിസിപ്പേഷൻ ആവശ്യമുണ്ടോ? ഹലോ, ആവശ്യമുണ്ടോ? 10 രൂപയുടെ സാധനം 20 രൂപക്ക് വിറ്റെന്ന് നമുക്കൊരു പ്രതീക്ഷയുടെ ആവശ്യമുണ്ടോ? കറക്റ്റ് അല്ലേ? എല്ലാം വേറെ ചില പ്രോഫിറ്റ് ചില കേസ് ഡിമാൻഡ് കുറയുമ്പോ ഒക്കെ പോകൂലേ? നമ്മൾ എക്സ്പെക്ട് ചെയ്ത പോലെ ആയിരിക്കില്ലല്ലോ. അല്ല, അത് ശരിയാണ്. അതിന് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, അതിന് ട്രേഡിംഗ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യേണ്ട ആവശ്യമുണ്ടോ? ട്രേഡിംഗിൽ കിട്ടുന്നത് ആക്ച്വൽ പ്രോഫിറ്റ് അല്ലല്ലോ, ഗ്രോസ് പ്രോഫിറ്റ് അല്ലേ. അതുകൊണ്ട് നമ്മൾ എവിടേക്കോ പഠിച്ചല്ലേ? ട്രേഡിംഗ് അക്കൗണ്ട് എന്ന് പറയുമ്പോൾ നമ്മൾ അറിയാണ്ട് ഇപ്പം നമ്മൾ അറിയില്ല, അക്കൗണ്ട്സ് എന്ന് പറയുമ്പോൾ അക്കൗണ്ടിംഗ് ഇസ് ആൻ ആർട്ട് ഓഫ് റെക്കോർഡിംഗ് ക്ലാസിഫൈ എന്ന് പറയുന്ന പോലെ ട്രേഡിംഗ് അക്കൗണ്ട് എന്ന് വരുമ്പോൾ നമ്മൾ അക്കാഡമിക്കലി സംഭവം പഠിച്ചു വെച്ചിട്ടുണ്ട്. ട്രേഡിംഗ് അക്കൗണ്ട് ആന്റിസിപ്പേറ്റിംഗ് ദ പ്രോഫിറ്റ്. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എന്ന് പറയുമ്പോൾ എന്താ പറയുക? പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എന്ന് പറയുമ്പോൾ വേറെ ടേം കൂടി ഉണ്ടല്ലോ, റിയൽ പ്രോഫിറ്റ് എന്നോ അങ്ങനെ എന്തോ ഒരു ടേം ഇല്ലേ? എല്ലാവരും ഇങ്ങനെ അറിയാണ്ട് പറഞ്ഞു പോകുന്ന ടേം. നമ്മൾ ഇംഗ്ലീഷിന്റെ എക്സാം ചെയ്തല്ലേ, നോട്ട് ഓൺലി ബട്ട് ഓൾസോ എന്നീ സംഭവം പേജ് നിറക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്നൊരു സാധനമല്ലേ? അതേമാതിരി അക്കൗണ്ട്സിൽ എപ്പോഴും നമ്മൾ പറയുന്ന സാധനമാണ് ഇത്. ട്രേഡിംഗ് അക്കൗണ്ട് ആന്റിസിപ്പേറ്റിംഗ് ദ പ്രോഫിറ്റ്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് റിയൽ അക്കൗണ്ട്. എനിവേ, ട്രേഡിംഗ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നത് ബിസിനസ് നഷ്ടമാണോ ലാഭമാണോ എന്ന് കണ്ടെത്താൻ തന്നെയാണ് പ്രിപ്പയർ ചെയ്യുന്നത്. ഇനി ട്രേഡിംഗ് അക്കൗണ്ടിൽ നമുക്ക് ലോസ് സംഭവിച്ചു കഴിഞ്ഞാൽ ബിസിനസ് ലാഭത്തിലേക്ക് പോവാൻ വല്ല സാധ്യതയുണ്ടോ? അതായത് 5 രൂപ അല്ല 10 രൂപയുടെ ഒരു സാധനം വാങ്ങി 20 രൂപക്ക് നമ്മൾ സെയിൽ ചെയ്തു. അത് ഓക്കെ, പ്രോഫിറ്റ് ആണ്. നമുക്ക് പ്രതീക്ഷിക്കാം, നേരത്തെ പറഞ്ഞ പോലെ പ്രതീക്ഷിക്കാം ലാഭം ഉണ്ടായേക്കാം. ആ ആന്റിസിപ്പേറ്റ് എന്നുള്ള മോഡൽ നമുക്ക് പ്രതീക്ഷിക്കാം നെറ്റ് പ്രോഫിറ്റ് നമുക്ക് ഉണ്ടായേക്കാം എന്നുള്ള ഒരു സംഭവം ഉണ്ടാക്കിയേക്കാം. പക്ഷെ ട്രേഡിംഗ് അക്കൗണ്ട് തന്നെ ലോസ് ആണ്. അതായത് 10 രൂപയുടെ സാധനം വാങ്ങി 5 രൂപക്കാണ് വിട്ട്, നമുക്ക് നെറ്റ് പ്രോഫിറ്റ് ഉണ്ടാവോ? 10 രൂപക്ക് വാങ്ങിയ സാധനം 5 രൂപക്ക് കിട്ടിയ നെറ്റ് പ്രോഫിറ്റ് മേ ബി ഇൻകം സൈഡ് അതർ ഇൻകം എന്തെങ്കിലും ഉണ്ടെങ്കിൽ പിന്നെ നെറ്റ് പ്രോഫിറ്റ് ആവാൻ ചാൻസ് ഉണ്ട്. There is a slight chance. ഒരു ചാൻസ് ഉണ്ട് പ്രോഫിറ്റ് ആവാൻ. ഇവർക്ക് അതർ ഇൻകം, മറ്റു ഇൻകങ്ങൾ ഉണ്ടാകാം. ട്രേഡിംഗ് അക്കൗണ്ടിൽ എന്തേ വരുള്ളൂ? ഡയറക്റ്റ് ഇൻകം മാത്രമേ ട്രേഡിംഗ് അക്കൗണ്ട് റെക്കോർഡ് ചെയ്യുള്ളൂ. ഡയറക്റ്റ് ഇൻകം, അതായത് നമ്മൾ എന്ത് ബിസിനസ് ആണോ ചെയ്യുന്നത്, നമ്മൾ നേരത്തെ ഇൻകത്തിനെ കുറിച്ച് പറഞ്ഞില്ലേ, ഇൻകം 2 രീതിയിലുണ്ട്. ഡയറക്റ്റ് ഇൻകം നേരത്തെ പഠിക്കാത്ത ആളുകളൊക്കെ ക്ലിയർ ചെയ്ത് വരണം കേട്ടോ, മൊത്തത്തിൽ കിളി പാറുവേ. ഞാൻ അതുകൊണ്ടാ പറയുന്നത് ആദ്യത്തെ സെഷനൊക്കെ കാണുന്നുള്ളത്. ട്രേഡിംഗ് അക്കൗണ്ടിൽ ഡയറക്റ്റ് ഇൻകം മാത്രമേ റെക്കോർഡ് ചെയ്യത്തുള്ളൂ. ഡയറക്റ്റ് ഇൻകം എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? ഡയറക്റ്റ് ഇൻകം എന്ന് പറഞ്ഞാൽ എന്താ? ഒരു സർവീസ് ബിസിനസിനെ സംബന്ധിച്ചിടത്തോളം ഡയറക്റ്റ് ഇൻകം എന്താണ്? ഒരു മാനുഫാക്ചറിംഗ് ബിസിനസിനെ സംബന്ധിച്ചിടത്തോളം ഡയറക്റ്റ് ഇൻകം എന്താണ്? ഒരു ട്രേഡിംഗ് ബിസിനസിനെ സംബന്ധിച്ചിടത്തോളം ഡയറക്റ്റ് ഇൻകം എന്താണ്? അവരെ പ്രൊഡക്റ്റ് സെയിലിന് ഗുഡ്സുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ ബിസിനസ്സുകളുടെയും ഡയറക്റ്റ് ഇൻകം എന്ന് പറഞ്ഞാൽ അവര് ആ ഒരു പ്രൊഡക്റ്റ് സെയിൽ ചെയ്യുമ്പോൾ അവർക്ക് കിട്ടുന്ന ഇൻകം. ബാക്കി എല്ലാ ഇൻകം എന്താണ്? അതർ ഇൻകം ആയിട്ടാണ് ട്രീറ്റ് ചെയ്യാം. സർവീസ് ആണെങ്കിലോ സെയിൽ ഓഫ് സർവീസ്, എന്താണോ സർവീസ് എടുക്കുന്ന ആ സർവീസിന്റെ ഒരു സെയിൽസ്. ക്ലിയർ അല്ലേ? ബാക്കി എല്ലാ ഇൻകം നമ്മൾ കാണിക്കുന്നത് എവിടെയാ? പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലാണ് നമ്മൾ കാണിക്കുന്നത്. അപ്പം ട്രേഡിംഗ് അക്കൗണ്ടിൽ ഗ്രോസ് പ്രോഫിറ്റ് ആയാലും ഗ്രോസ് ലോസ് ആയാലും നമുക്ക് കൃത്യമായിട്ടൊന്നും പറയാൻ പറ്റില്ല. കമ്പനി നഷ്ടത്തിലാണോ ലാഭത്തിലാണോ എന്നൊന്നും പറയാൻ പറ്റില്ല. കമ്പനിക്ക് ട്രേഡിംഗ് ഇൻകത്തിൽ നമുക്ക് ഗ്രോസ് ലോസ് ആണ് വന്നതെങ്കിൽ പോലും കമ്പനിക്ക് ധാരാളം ഇൻകംസ് മറ്റു സൈഡിൽ നിന്ന് വരുന്നുണ്ടെങ്കിൽ കമ്പനി പ്രോഫിറ്റിലേക്ക് പോവാം. അപ്പൊ നിങ്ങൾ കാണാറില്ലേ, ചില ബിസിനസ്സുകൾ ചവിട്ടിയിട്ട് സാധനം കൊടുക്കും. ചവിട്ടി സാധനം കൊടുക്കുന്ന വില കുറച്ചങ്ങണ്ട് മാർക്കറ്റ് മൊത്തം നാശാക്കിയിട്ട് എന്ത് ചെയ്യും? കച്ചവടം ചെയ്യും. കണ്ടില്ല അത്തരം ബിസിനസ്സുകൾ? ബാക്കി അപ്പുറത്ത് 20 രൂപ 30 രൂപ വെക്കുകയാണെങ്കിൽ ഇവരെന്ത് ചെയ്യും? 10 രൂപക്ക് വിറ്റിട്ട് എല്ലാ കസ്റ്റമേഴ്സിനും ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ട് നിരത്തി മാർക്കറ്റിൽ സെയിൽ ചെയ്യും. ഇവരെങ്ങനെയാ മാർക്കറ്റിൽ പിടിച്ചു വെക്കുന്നത്? ഇവർക്ക് ഇതല്ലാത്ത അപ്പൊ നമ്മൾ മനസ്സിൽ തന്നെ പറയൂലേ, ഇവർക്ക് ഇതല്ലാതെ വേറെ എവിടുന്നൊക്കെ കിട്ടുന്നുണ്ട്, അതുകൊണ്ട് അവർക്ക് ഇങ്ങനെ കൊടുക്കാൻ കഴിയുന്നു ഇല്ലേ? അത് യഥാർത്ഥത്തിൽ എന്താണ്? പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് നമ്മൾ വരക്കാതെ തന്നെ നമ്മളെ മനസ്സിൽ പറയാണ്. നിങ്ങൾ അങ്ങനെ പറയല്ലേ നമ്മള്? അവർക്ക് ഇങ്ങനെ കൊടുക്കാൻ കഴിയുന്നത് എന്തുകൊണ്ടാ? വേറെ എവിടുന്നൊക്കെയോ കിട്ടുന്നുണ്ട്. വേറെ എവിടുന്നൊക്കെയോ കിട്ടുക അതർ ഇൻകം അവർക്ക് എന്ത് ചെയ്യുന്നുണ്ട്? വരുന്നത്. അത് നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിന്റെ ഫോർമാറ്റ് ഒന്നും വരക്കണ്ട, നമ്മളെ മനസ്സിന്റെ ഉള്ളിൽ വരച്ചിട്ട് നമ്മൾ പറയുന്നതാണ് വേറെ എവിടേക്കോ കിട്ടാണ്ട്.
ഈ കച്ചവടം ഒന്നും നോക്കണ്ട. ഈ കച്ചവടത്തിലെ നഷ്ടവും ലാഭം ഒന്നും നോക്കണ്ട. ദാറ്റ് മീൻസ് ട്രേഡിംഗ് അക്കൗണ്ട് നോക്കണ്ട. നെറ്റ് പ്രോഫിറ്റിൽ അവർക്ക് എന്ത് കിട്ടും? പ്രോഫിറ്റ് കിട്ടും എന്നുള്ളത് എന്ത് ചെയ്യും? നമുക്ക് ഈ രീതിയിൽ പറയാൻ വേണ്ടി പറ്റും. ക്ലിയർ അല്ലേ? സെറ്റ് അല്ലേ? അപ്പൊ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? കമ്പനിയുടെ റിയൽ പ്രോഫിറ്റ്, യഥാർത്ഥത്തിൽ പ്രോഫിറ്റ്. ഒരു ബിസിനസ് ഓണർക്ക് അയാൾ ഇൻവെസ്റ്റ് ചെയ്ത പൈസക്ക് അയാൾ നടത്തിയ മൊത്തം കച്ചവടത്തിന് നെറ്റ് ആയിട്ട് അയാൾക്ക് ഒരു വർഷാവസാനം കിട്ടുന്ന എമൗണ്ടിനെയാണ് നമ്മൾ നെറ്റ് പ്രോഫിറ്റ് എന്ന് പറയുന്നത്. നെറ്റ് പ്രോഫിറ്റിലെ എമൗണ്ട് അയാൾക്ക് രണ്ട് രീതിയിൽ യൂസ് ചെയ്യാം. ഒന്നെങ്കിൽ കമ്പനിയിലേക്ക് തന്നെ റീഇൻവെസ്റ്റ് ചെയ്ത് ബിസിനസ് ഡെവലപ്പ് ചെയ്യാം, അല്ലെങ്കിൽ അതിനെ മൊത്തമായിട്ടും അയാളുടെ സ്വന്തം ആവശ്യത്തിന്, അയാളുടെ വീട്ടാവശ്യത്തിന് എടുക്കാം, അല്ലെങ്കിൽ പാർഷ്യൽ പേയ്മെന്റ് ആയിട്ടും കുറച്ച് ഇൻവെസ്റ്റ്മെന്റ് ആയിട്ടും കുറച്ച് അയാളുടെ ആവശ്യത്തിനൊക്കെ നമുക്ക് വേണമെങ്കിൽ എടുക്കാൻ വേണ്ടി പറ്റും. അതായത് യഥാർത്ഥ പ്രോഫിറ്റ് അയാളുടെ ഇഷ്ടാനുസരണം അയാൾക്ക് ചെയ്യാം. ഈ ഒരു പ്രോഫിറ്റ് എന്ന് പറയുന്നത് കമ്പനിയെ സംബന്ധിച്ചിടത്തോളം കമ്പനിക്ക് ലാബിലിറ്റി ആണ്. നെറ്റ് പ്രോഫിറ്റിൽ നിന്ന് കിട്ടുന്ന പ്രോഫിറ്റ് കമ്പനിയെ സംബന്ധിച്ചിടത്തോളം ലാബിലിറ്റി ആണ്. നെറ്റ് പ്രോഫിറ്റിൽ കിട്ടുന്ന പ്രോഫിറ്റോ ലോസോ? നെറ്റ് ലോസ് ആണെങ്കിലോ, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ നിന്ന് കിട്ടുന്ന നെറ്റ് ലോസ് ആണെങ്കിൽ എന്തിലാണ് വരിക? ഹലോ, നെറ്റ് പ്രോഫിറ്റ് ആണെങ്കിൽ, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ നമുക്ക് പ്രോഫിറ്റ് ആണ് കിട്ടുന്നുണ്ടെങ്കിൽ കമ്പനിയെ സംബന്ധിച്ചിടത്തോളം അത് കമ്പനിയുടെ ലാബിലിറ്റി ആണെന്ന് പറഞ്ഞു. എന്തുകൊണ്ടാണ് ലാബിലിറ്റി ആവുന്നത്? ഷെയർ ഹോൾഡേഴ്സിന് കൊടുക്കണ്ടോണ്ട. ഓണേഴ്സിന് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യേണ്ടത്. ഡിസ്ട്രിബ്യൂട്ട് അതായത് ചെയ്യാനുള്ള കാരണം. ഷെയർ ഹോൾഡേഴ്സ് ബിസിനസ്സിനകത്തേക്ക് ഇൻവെസ്റ്റ് ചെയ്തില്ലേ, അത് വെച്ചിട്ടല്ലേ നമ്മൾ പ്രോഫിറ്റ് ഉണ്ടാക്കിയത്. സ്വാഭാവികമായിട്ടും ഈ പ്രോഫിറ്റ് ആരുതാ? ഷെയർ ഹോൾഡേഴ്സിനാണ്. സോ ആ ഒരു എമൗണ്ട് എന്ത് ചെയ്യണം? ഷെയർ ഹോൾഡേഴ്സിന് തിരിച്ചു കൊടുക്കുക. അതുകൊണ്ട് കമ്പനിയെ സംബന്ധിച്ചിടത്തോളം ആ ഒരു എമൗണ്ട് എന്താണ്? ലാബിലിറ്റി ആണ്. അപ്പൊ എന്താണ്? ഈ ഒരു എമൗണ്ട് മുഴുവനായിട്ട് ആർക്ക് കൊടുക്കണം? ഓണർക്ക് തിരിച്ചു കൊടുക്കണം. ഓണർക്ക് വേണമെങ്കിൽ റീഇൻവെസ്റ്റ് ചെയ്യാം. റീഇൻവെസ്റ്റ് ചെയ്യാന്ന് പറയുമ്പോൾ വീണ്ടും ലാബിലിറ്റി തന്നെയാണ്. അയാളുടെ ക്യാപിറ്റൽ കൂടുകയാണ്. റീഇൻവെസ്റ്റ് ചെയ്യാന്ന് പറയുമ്പോൾ ക്യാപിറ്റൽ കൂടുകയല്ലേ. ക്യാപിറ്റൽ കൂടുമ്പോൾ ക്യാപിറ്റലും ബിസിനസ് സംബന്ധിച്ചിടത്തോളം എന്താ? ലാബിലിറ്റി തന്നെയാണ്. തിരിച്ചു കൊടുത്താലോ? ഹലോ, അപ്പോഴെന്താ? നിങ്ങൾ ഇവിടെ ഒന്നല്ല. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ. ആണെങ്കിൽ ഉദാഹരണം, ഞാൻ 10 ലക്ഷം രൂപ ബിസിനസ്സിലേക്ക് ഇൻവെസ്റ്റ് ചെയ്തു എന്ന് വിചാരിക്കാം. 10 lakh rupees ഞാൻ ബിസിനസ്സിലേക്ക് ഇൻവെസ്റ്റ് ചെയ്തു എന്ന് വിചാരിക്കാം. 1 lakh rupees ലോസ് ആണ്. എന്താ സംഭവിക്കുക? ഈ ലോസ് എങ്ങനെയാണ് അഡ്ജസ്റ്റ് ചെയ്യാം? ക്യാപിറ്റലിൽ നിന്ന് ലെസ് ചെയ്യും. ക്യാപിറ്റലിൽ നിന്ന് കുറയും. അപ്പൊ ബാധ്യത എന്ത് ചെയ്യും? കുറയും. ഇനി എത്ര ക്യാപിറ്റൽ ഉണ്ടാവുള്ളൂ? 9 lakhs. 9 lakh ഉണ്ടാവുള്ളൂ. 9 lakh ഉണ്ടുള്ളൂ. അങ്ങനെ ഓരോ വർഷം ഒരു 10 വർഷം അങ്ങനെ ഓരോ ലക്ഷം കുറഞ്ഞു കഴിഞ്ഞാൽ എന്തായി? ബിസിനസ് എന്ത് ചെയ്യും? ഷട്ടർ ഇടേണ്ടി വരും അല്ലേ? പൊളിയൂലേ? പൊളിയും. ഷട്ടർ ഇടേണ്ടി വരും. ഉറപ്പായിട്ടും ഷട്ടർ ഇടേണ്ടി വരും. ക്ലിയർ അല്ലേ? അപ്പൊ സംഭവം ഇനി എങ്ങനെയാണ് നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുക എന്നുള്ളതാണ് ഇനി നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത്. സോ അതിനുവേണ്ടി ഇതിന്റെ ഒരു ഫോർമാറ്റ് ജസ്റ്റ് ഒന്ന് വരച്ചു വെക്കാം. നമ്മൾ ഇതിന്റെ ഒരു പ്രോബ്ലം ഇനി ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഓക്കെ, കാണുന്നുണ്ടല്ലോ അല്ലേ? ഓക്കെ, ജസ്റ്റ് ഓടിച്ച് ഫാസ്റ്റ് ആയിട്ട് വരച്ച് വെച്ചോളൂ. സാർ കാണുന്നില്ല. സ്ക്രീൻ കാണുന്നില്ലേ? ആർക്കും കാണത്തുണ്ടോ? വേറെ ആർക്കും കാണാത്ത? കാണാം. നിങ്ങൾ ജസ്റ്റ് അങ്ങോട്ട് നീക്കിയാൽ മതി. ബഫർ ചെയ്യുന്ന എങ്ങനെ? സ്ക്രീൻ ഉണ്ട് സാർ, പക്ഷെ ബഫർ ചെയ്യുന്നതേ ഉള്ളൂ. എല്ലാവർക്കും ബഫറിങ്ങാ? അതെ, കിട്ടുന്നില്ല. നോക്കിയാ ബാക്കിയൊക്കെ വിട്ടേ. ബഫറിങ് ആരും കിട്ടുന്നില്ല. ഒന്നുകൂടെ നോക്കാം. ഇപ്പോഴൊക്കെ അല്ലേ? ഓക്കെ, ഇവിടെ ഒരു പർട്ടിക്കുലർ ഉണ്ടാവും. ഇവിടെ നമുക്ക് ഒരു എമൗണ്ട് ഉണ്ടാവും. ഓക്കെ, ഈ ഭാഗത്തൊക്കെ നമുക്ക് ഡെബിറ്റ് ഭാഗത്തൊക്കെ നമ്മൾ എഴുതേണ്ടത് എക്സ്പെൻസുകളായിരിക്കും. അപ്പൊ ആദ്യം ഒരു ട്രേഡിംഗ് അക്കൗണ്ട് രണ്ടും കൂടി കൂട്ടി വരയ്ക്കുവാണെങ്കിൽ
അല്ലെങ്കിൽ നമുക്ക് ഇതിന്റെ എടുത്തിട്ട് വരക്കാം. നമ്മൾ ഗ്രോസ് പ്രോഫിറ്റ് മുതൽ അങ്ങ് വരക്കാം. ബാക്കിയൊക്കെ നിങ്ങൾ ഓൾറെഡി ചെയ്താണല്ലോ. ഗ്രോസ് പ്രോഫിറ്റ് ആകുമ്പോൾ നമുക്ക് ഈ ഒരു ഭാഗത്താണ് എമൗണ്ട് ഉണ്ടാവുക. ഗ്രോസ് പ്രോഫിറ്റ് എന്ന് പറഞ്ഞിട്ട്, അതായത് ട്രേഡിംഗ് അക്കൗണ്ടിൽ ഈ ഒരു ഭാഗത്ത് എമൗണ്ട് ഉണ്ടാവും. ആ ഒരു എമൗണ്ടിനെ നേരെ എടുത്തിട്ട് ഇപ്പുറത്തെ ഭാഗത്തേക്ക് നമ്മൾ എഴുതും. അത് കഴിഞ്ഞതിന് ശേഷം ഇവിടെ നമ്മൾ ചെയ്യുന്നത് ഇൻഡയറക്റ്റ് എക്സ്പെൻസ് ആണ്. ഇൻഡയറക്റ്റ് എക്സ്പെൻസ് എന്തൊക്കെയാണെന്നുള്ളത് നിങ്ങൾക്ക് അറിയാലോ, ഓൾറെഡി നിങ്ങൾ പഠിച്ച കാര്യങ്ങളാണ്. അതൊക്കെ നിങ്ങൾക്ക് എഴുതാം. ചെറിയൊരു എക്സാമ്പിൾ പറയാം. ഓഫീസിലുള്ള ആളുകൾക്കുള്ള സാലറി, ഓഫീസിലെ ആളുകൾക്ക് കൊടുക്കുന്ന കമ്മീഷൻ, പിന്നെ ഓഫീസിന്റെ വാടക കൊടുക്കുന്നത്, കസ്റ്റമർക്ക് നമ്മൾ സെയിൽ ചെയ്യുന്ന സമയത്ത് നമ്മൾ കൊടുക്കുന്ന ഡിസ്കൗണ്ടുകൾ, പരസ്യത്തിന് കൊടുക്കുന്ന പൈസ, പിന്നെ ഓഫീസിലെ എന്തെങ്കിലും മറ്റു ആവശ്യങ്ങൾക്ക് കൊടുക്കുന്ന വേജ്, ബാങ്കിൽ കൊടുക്കുന്ന പലിശ, പിന്നെ എന്തൊക്കെയുള്ള ബാങ്കിൽ ഉണ്ടായിട്ടുള്ള എന്തെങ്കിലും ചാർജസുകൾ, ബാങ്ക് ചാർജുകൾ, സെയിൽ ചെയ്യുന്ന സമയത്തുള്ള ലോഡിംഗ് ആൻഡ് അൺലോഡിംഗ് ചാർജ്, സെയിൽ ചെയ്യുന്ന സമയത്തുള്ള കാര്യങ്ങളാണ്. അത് അങ്ങനെ തന്നെ വിചാരിക്കണം. നമ്മളെ സാധനങ്ങൾ എന്തെങ്കിലുമൊക്കെ കംപ്ലൈന്റ് ആയി കഴിഞ്ഞാൽ റിപ്പയറിങ്ങിന് ആവശ്യമായിട്ടുള്ള റിപ്പയറിംഗ് ആൻഡ് മെയിൻ്റനൻസ് ചാർജ്, നമ്മൾ എവിടെയെങ്കിലുമൊക്കെ ട്രാവലിംഗ്, സെയിൽ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് ട്രാവലിംഗ് നമുക്ക് പോകേണ്ടി വന്നാൽ ആ സമയത്തുള്ള ട്രാവലിംഗ്, ഈ കാര്യങ്ങളൊക്കെയാണ് ഇവിടെ ഇൻഡയറക്റ്റ് എക്സ്പെൻസ് ആയിട്ട് നമുക്ക് വരുന്നത്. ഓക്കെ, ഇതിന് നേരെ ഓപ്പോസിറ്റ് ഭാഗത്ത് നമുക്ക് വരുന്നത് ഇൻഡയറക്റ്റ് ഇൻകം ആണ്. കൃത്യമായിട്ട് മനസ്സിലാക്കി വേണം. നമ്മൾ പ്രാക്ടിക്കൽ പ്രോബ്ലം ചെയ്യുമ്പോഴാണ് ഇതിന്റെ ബുദ്ധിമുട്ട് ഒന്നുകൂടി മനസ്സിലായി. ഇപ്പോൾ ഒക്കെ എല്ലാം അറിയാമെന്ന് വെച്ച് പോകും. പ്രാക്ടിക്കൽ വരുന്ന സമയത്തൊക്കെ നമ്മൾ എല്ലാ വീഡിയോസും അവിടെ നിന്ന് റിമൂവ് ചെയ്തിട്ടുണ്ടാവും. പിന്നീട് നിങ്ങൾക്ക് സെഷൻ കിട്ടത്തില്ല. അതുകൊണ്ട് എല്ലാ സെഷനും അറ്റൻഡ് ചെയ്യണം കേട്ടോ. ഒരു സെഷൻ മിസ്സാവരുത്. ഇൻഡയറക്റ്റ് ഇൻകം എന്തൊക്കെയാ വരുന്നത് നോക്കാം. കമ്മീഷൻ റിസീവ്ഡ് വരാം. കമ്മീഷൻ റിസീവ്ഡ്, പലിശ കിട്ടുന്നതാവാം, ഇൻട്രസ്റ്റ് റിസീവ്ഡ്, ഡിസ്കൗണ്ട് റിസീവ്ഡ്, വരാം. ചിലപ്പോൾ കമ്പനിക്ക് എന്തെങ്കിലും ഒരു ഭാഗങ്ങൾ വിറ്റിട്ട് റെന്റ് കിട്ടുന്നുണ്ടാവാം. മറ്റേതെങ്കിലും തരത്തിലുള്ള ഇൻകംസ് കമ്പനിക്ക് വരുന്നുണ്ടെങ്കിൽ, ഡിസ്കൗണ്ട് ആവട്ടെ, പല രീതിയിൽ നമുക്ക് കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ ഏത് ഇൻകം ആയാലും ഡയറക്റ്റ് ആയിട്ട് കണക്ഷൻ ഇല്ലാത്ത, ഒരു പ്രൊഡക്റ്റുമായിട്ട് ഡയറക്റ്റ് കണക്ഷൻ ഇല്ലാത്ത എല്ലാ ഇൻകംസും ഈ ഒരു ഭാഗത്ത് വരും. അപ്പം ചില സമയത്ത് നമുക്ക് ഗ്രോസ് ലോസ് ആണ് വരുന്നതെങ്കിൽ ഈ രീതിയിലായിരിക്കും വരാം. ഇവിടെ ആയിരിക്കും ഗ്രോസ് ലോസ് വരുന്നുണ്ടാവാം. ഗ്രോസ് ലോസ്, കമ്പനി ഓൾറെഡി നഷ്ടത്തിലാണ് അല്ലേ? നിങ്ങൾ ആലോചിച്ചാൽ മതി. ഇതിനൊരു പ്രാക്ടിക്കൽ സംഭവം ആലോചിച്ചാൽ മതി. കമ്പനി ഒരു 10 ലക്ഷം രൂപ ഓൾറെഡി നഷ്ടത്തിലാണ്. അതിൻ്റെ കൂടെ 10 ലക്ഷം രൂപ നമുക്കൊരു എക്സ്പെൻസും അഡീഷണൽ വന്നിട്ടുണ്ട്. ഓൾറെഡി 20 ലക്ഷം രൂപ ലോസിലേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. അതിനകത്തേക്ക് ആകെ നമുക്ക് വന്നിട്ടുള്ളത് ഒരു 15 ലക്ഷം ആണെങ്കിൽ നമുക്ക് മാനുവലി ആലോചിച്ചാൽ കിട്ടും. 20 ലക്ഷം രൂപ ലോസും അതിലേക്ക് 15 ലക്ഷം രൂപ വന്നു കഴിഞ്ഞാൽ 5 ലക്ഷം രൂപ നഷ്ടമാണ്. ഇത് തന്നെയാണ് യഥാർത്ഥത്തിൽ നമ്മൾ എഴുതി പഠിക്കുമ്പോൾ നമ്മളെ മനസ്സിനകത്ത് കാൽക്കുലേറ്ററിൽ കൂട്ടുന്ന അതേ സംഭവം ഒരു ഫോർമാറ്റ്, ഒരു മോഡലിലേക്ക് മാറ്റുന്നു എന്ന് ചിന്തിച്ചാൽ മതി. ക്ലിയർ ആയില്ലേ? ഓൾറെഡി നമ്മൾ ബിസിനസ് ചെയ്തിട്ട് നമുക്ക് എന്തുണ്ട്? 10 ലക്ഷം രൂപ നഷ്ടമുണ്ട് ആണോ? 10 lakh rupees നമുക്ക് ലോസ് ഉണ്ട്. അതിന്റെ കൂടെ നമുക്ക് ഇത്ര ചെലവും കൂടി വന്നു. അപ്പൊ മൊത്തം 20 ലക്ഷം രൂപ ലോസ് ഉണ്ട്. അതിലേക്ക് ആകെയുള്ള വരുമാനം എത്രയാണ്? 15 ലക്ഷം രൂപ മാത്രമാണ്. ആകെയുള്ള വരുമാനം എത്രയാ? നമുക്ക് 15 ലക്ഷം രൂപ വരുമാനം മാത്രമേ ഉള്ളൂ. അപ്പൊ നമുക്ക് ആലോചിച്ചാൽ കിട്ടും 20-ൽ നിന്ന് 20 പോയി കഴിഞ്ഞാല് 5 രൂപ ലോസ് ആണെന്നുള്ളത് കിട്ടും. അപ്പൊ ഈ രീതിയിൽ നമുക്ക് മാനുവലി തന്നെ ഈ ഒരു സംഭവം ചെയ്യാൻ വേണ്ടി പറ്റും, ആലോചിക്കാൻ പറ്റും. അപ്പൊ ഒരുപാട് ഒരു കമ്പനിയെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് ട്രാൻസാക്ഷൻ നടക്കാണ്. ഇതിനകത്ത് അഡ്ജസ്റ്റ്മെന്റുകളും കയറി വരാനുണ്ട്.
അപ്പൊ അത്രയും സംഭവങ്ങളൊക്കെ നടന്നു കഴിയുമ്പോൾ അവസാനം കിട്ടുന്ന ആ ഒരു നെറ്റ് പ്രോഫിറ്റ് ഓർ നെറ്റ് ലോസ് കാണാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യണത്, ട്രേഡിംഗ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നത്. ക്ലിയർ ആയല്ലോ? ഈ ഒരു എമൗണ്ട് ഒന്നും എഴുതണ്ട, ഞാൻ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞത് മാത്രം. ഈ സംഭവം എല്ലാവരും വരച്ചോ? എല്ലാവരും ഓക്കെ ആണെങ്കിൽ ഒന്ന് ടൈപ്പ് ചെയ്തേ. യൂട്യൂബിനകത്ത് കാണുന്ന ആണെങ്കിൽ അവിടെ ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മതി. പ്രോഫിറ്റ് ആൻഡ് ലോസ് ഒക്കെ ക്ലിയർ ആയില്ലേ? നെറ്റ് പ്രോഫിറ്റ് എവിടെയാ വരിക? നെറ്റ് പ്രോഫിറ്റ് ഇതാ, നെറ്റ് പ്രോഫിറ്റ് ആണെങ്കിൽ ഇവിടെ വരും. നെറ്റ് പ്രോഫിറ്റ് ആണെങ്കിൽ ഇവിടെ വരും. നെറ്റ് ലോസ് ആണെങ്കിൽ ഇവിടെയും വരും. ഈ രണ്ട് ഭാഗത്ത് എഴുതും. ക്ലിയർ അല്ലേ? ഇത് എഴുതി കഴിഞ്ഞ ആളുകൾ ഒന്ന് ഡൺ അടിച്ചോളി, അല്ലെങ്കിൽ ഓക്കെ ടിക്ക് കൈ അടിച്ച് വിട്ടോളി. നമുക്ക് അടുത്ത ഇതിന്റെ ചെറിയൊരു സംഭവം ചെയ്ത് നോക്കാം. ഇതൊന്ന് തലയിൽ കയറാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒരു സംഭവം മാത്രം ചെയ്ത് നോക്കാം. യൂട്യൂബിനകത്ത് ചോദിക്കുന്നത് 5 പേർക്ക് ഷെയർ ചെയ്യാത്തവർക്ക് ഇല്ല, 5 പേർക്ക് ചെയ്യാൻ കഴിയാത്തവർക്ക് സൂമിൽ പങ്കെടുക്കാനില്ല. അടുത്തതിൽ പങ്കെടുക്കുക. ഇപ്പൊ ഞാൻ യൂട്യൂബിനകത്ത് തരുന്ന ലിങ്കിൽ അങ്ങ് ഫോളോ ചെയ്താൽ മതി. ഓക്കെ. സോ കഴിയാത്ത ആളുകൾ ജസ്റ്റ് ഒന്ന് സ്ക്രീൻഷോട്ട് അടിച്ചോളൂ. ഓക്കെ, യൂട്യൂബിനകത്ത് നിങ്ങൾ അവിടെ ടൈപ്പ് ചെയ്താൽ മതി. ഞാൻ ഇവിടെ നിന്ന് നോക്കുന്നുണ്ട്. സൂമിൽ പങ്കെടുക്കാം. സൂമിൽ പങ്കെടുക്കാൻ ആ ഒരു മെസ്സേജിനകത്ത് തന്നെ ഫോളോ ചെയ്താൽ മതി. നിങ്ങൾക്ക് ലിങ്ക് വന്നിട്ടുള്ള മെസ്സേജിനകത്ത്. സോ ചെറിയൊരു പ്രോബ്ലം കൂടി തരാം. ജസ്റ്റ് ഒന്ന് ഓടിച്ച് പെട്ടെന്ന് പോവാം. സ്റ്റോക്ക് എന്നുള്ളത് ഡൗട്ട് ഉണ്ടായിരുന്നു. ആ ചോദിച്ചോളൂ. ഓപ്പണിംഗ് ഓപ്പണിംഗ് സ്റ്റോക്ക് പർച്ചേസ് ലെസ് റിട്ടേൺസ്, പിന്നെ ഡയറക്റ്റ് എക്സ്പെൻസ്, ഡയറക്റ്റ് മൈനസ് സെയിൽസ്, ക്ലോസിംഗ് സ്റ്റോക്ക്. അതാണല്ലോ ഗ്രോസ് പ്രോഫിറ്റ് എന്ന് പറയുന്നത്. അപ്പൊ ആ ഗ്രോസ് പ്രോഫിറ്റ് എന്ന് പറയുന്നത് നമ്മളെ ഈ ഓപ്പണിംഗ് സ്റ്റോക്കും ക്ലോസിംഗ് സ്റ്റോക്കും നമ്മൾ അവിടെ കിടക്കുമ്പോൾ അതിന്റെ ഒരു ബാലൻസ് ഫിഗർ അവിടെ വരില്ലേ? ഏതിന്റെ? ഈ ഓപ്പണിംഗ് സ്റ്റോക്ക് 36,500 സാറേ, ക്ലോസിംഗ് സ്റ്റോക്ക് ഒരു 50,000. ആ ഫിഗറിന്റെ ബാലൻസ് ചെയ്യുമ്പോൾ അത് നമ്മൾ വിൽക്കാത്ത സംഭവമാണല്ലോ. അതെ. അപ്പൊ അത് വിൽക്കാത്ത സംഭവത്തിന് എങ്ങനെ ഗ്രോസ് പ്രോഫിറ്റ് വരികയെന്നൊരു ഡൗട്ട്. വിൽക്കാത്ത സംഭവത്തിന് അത് എക്സ്പ്ലെയിൻ ചെയ്ത് തരാമോ? വിൽക്കാത്ത സംഭവത്തിന് ഗ്രോസ് പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ എടുക്കുന്നത് ഓപ്പണിംഗ് സ്റ്റോക്ക് നമ്മൾ ഒരു 5 ലക്ഷം, ക്ലോസിംഗ് സ്റ്റോക്ക് 10 ലക്ഷം. അപ്പോ രണ്ടും കൂടി forget about the rest of things. മറ്റുള്ള അതിന്റെ അവിടെ ട്രെയിനിങ് കിടക്കുമല്ലോ. ഹലോ, ആക്ച്വലി അത് നമ്മള് വിൽക്കാത്തൊരു സംഭവമാണല്ലോ. ഒന്ന് ചോദിക്കാം, ഇങ്ങനെ നോക്കാം. വേണോബൽ സർ ഇത്ര ആലോചിക്കാം. എക്സ്പെൻസുകളും ഇൻകംസും ഒക്കെ കട്ട് ചെയ്യും. ഡയറക്റ്റ് ഇല്ല, ഇൻഡയറക്റ്റ് ഇല്ല, ഒന്നുമില്ല എന്ന് വിചാരിക്കും. 10 രൂപയുടെ സാധനം വാങ്ങി 20 രൂപക്ക് സാധനം വിറ്റു എന്ന് വിചാരിക്കും. എത്രയാ പ്രോഫിറ്റ് ഉണ്ടാവുക? ഹലോ, 10 രൂപ പ്രോഫിറ്റ് ഉണ്ടാവും. ഓപ്പണിംഗ് സ്റ്റോക്കും ക്ലോസിംഗ് സ്റ്റോക്കും ഇതിനകത്ത് എന്തെങ്കിലും എഫക്ട് ചെയ്യുന്നുണ്ടോ? ഇല്ല. വേണോബൽ സാറേ? ഇല്ല. സ്വാഭാവികമായിട്ടും പ്രോഫിറ്റ് ലോസ് ഒക്കെ ഉള്ള എന്ത് എഫക്ട് ആയിരിക്കും ഇത് വരുന്നത്? പ്രോഫിറ്റ് ലോസ് ഒക്കെ അവിടെ എഫക്ട് ചെയ്യാത്ത സാധനം ഇവിടെ എന്ത് എഫക്ട് ആയിരിക്കും വരുന്നുണ്ടാവുക? ഹലോ, പോയോ ഹലോ സാറേ? അത് എഫക്ട് ആവില്ല, അത് ഓക്കെ. പക്ഷെ നമ്മൾ അവിടെ എഫക്ട് ആവാഞ്ഞാൽ പ്രോഫിറ്റ് ലോസ് ഒക്കെ എഫക്ട് ആവോ? ഹലോ
റേഞ്ചിന്റെ പ്രശ്നമുണ്ടോ സാറിന്? ഇല്ല. പിന്നെ ഡൗട്ട് നമ്മൾ സ്റ്റേറ്റ്മെന്റ് രൂപത്തിൽ എടുക്കുന്ന സമയത്ത് ഓപ്പണിംഗ് സ്റ്റോക്ക് നമ്മൾ ഇടുന്നു, ട്രേഡിംഗ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുമ്പോൾ ദെൻ ക്ലോസിംഗ് സ്റ്റോക്ക് ഈ സൈഡിൽ ഇത് എവിടെയും ബാധിക്കത്തില്ല. ഇത് അതിന്റെ ബാധിക്കുന്ന ബാലൻസ് ഫിഗർ അവിടെ ഉണ്ടാവും. കറക്റ്റ് വേണുഗോപാൽ സാറേ, ഇതിൽ എവിടെയും ബാധിക്കില്ല. പക്ഷെ ഇത് ആ. ബാധിക്കുന്ന ഒരു ഏരിയ ഉണ്ട്. അത് നമ്മൾ പൊസിഷൻ സ്റ്റേറ്റ്മെന്റ് അകത്താണ് ബാധിക്കുക. അത് അവിടെ പറയുന്നത് കൃത്യമാണ് മനസ്സിലാവും. ഇപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കും, 10 രൂപയുടെ സാധനം 20 രൂപക്ക് വിറ്റ് കഴിഞ്ഞാൽ ക്ലോസിംഗ് സ്റ്റോക്കും ഓപ്പണിംഗ് സ്റ്റോക്കും എന്തെങ്കിലും ബാധിക്കുന്നുണ്ടോ? ആ സംഭവം അവിടെ കിടക്കും. പക്ഷെ നമ്മൾ ഒരു സ്ഥലത്തിന് അത് ബാധിക്കുന്നില്ല. അത് എവിടേക്ക് നേരെ കിടന്നിട്ട് അങ്ങോട്ടേക്കാ പോയത്? നേരെ ബാലൻസ് ഷീറ്റിനകത്തേക്ക് പോകും. ബാലൻസ് ഷീറ്റിനകത്ത് എവിടെ കിടക്കും? ലാബിലിറ്റി സൈഡിലല്ല കിടക്കാം. Asset സ്റ്റോക്ക് എവിടെ കിടക്കാം? ലോസ് അസറ്റ് സൈഡില്. ലോസ് അല്ല, നിങ്ങൾ പറഞ്ഞ ക്ലോസിംഗ് സ്റ്റോക്ക് എവിടെ കിടക്കും? ക്ലോസിംഗ് സ്റ്റോക്ക് അസറ്റ് സൈഡില്. ഓക്കെ, അത്ര ആലോചിച്ചാൽ മതി. ആ സാധനത്തിന് ഇപ്പൊ എഫക്ട് ചെയ്യുന്നില്ല. നമ്മുടെ പൊസിഷൻ സ്റ്റേറ്റ്മെന്റ് വരുമ്പോൾ ഒന്നുകൂടി കൃത്യമായിട്ട് മനസ്സിലാവും. ഇപ്പൊ സംഭവം എഫക്ട് ചെയ്യുന്നില്ല എന്ന് മനസ്സിലാക്കണോ? അതിന് വാല്യൂ കാണണം. വേണുഗോപാൽ സാറേ, സാർ എവിടെ? അതിന് affect എഫക്ട് ചെയ്യുന്നില്ല ഇല്ല എന്ന് പറയാൻ എങ്ങനെ സാറേ? എഫക്ട് ഇല്ല പറഞ്ഞാൽ നമ്മളവിടെ നമ്മളൊരു സ്റ്റേറ്റ്മെന്റ് രൂപത്തിൽ ഈ ഒരു പ്രോബ്ലം കൂടി ചെയ്യാം. ഈ ഒരു പ്രോബ്ലം കൂടി ചെയ്യാം. എന്നിട്ട് നോക്കാം ഒന്നുകൂടി. എഫക്ട് ചെയ്യുമ്പോൾ കറക്റ്റ് ആയിട്ട് മനസ്സിലാവും. ഒന്ന് നോക്കാം. സിമ്പിൾ പ്രോബ്ലം, ഞാൻ അധികം ചെയ്യുന്നില്ല. ചെറിയ ചെറിയ സാധനങ്ങൾ മാത്രം പെട്ടെന്ന് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട്. കറക്റ്റ് ചോദ്യം കേട്ടോ. ആ ചോദ്യം ക്ലാപ്പ് കൊടുക്കേണ്ട ചോദ്യമാണ്. സാർ കൃത്യമായിട്ട് ആ ഒരു സെഗ്മെന്റിൽ വർക്ക് ചെയ്തുകൊണ്ടുള്ള ഒരു ചോദ്യമാണ്. നോർമലി സാധാരണക്കാർക്ക് ആർക്കും ഉണ്ടാവില്ല. സാർ എനിക്ക് തോന്നുന്നത് ഈ ഒരു സ്റ്റോക്കിന്റെ മേഖലയുമായി ബന്ധപ്പെട്ട മേഖലയിൽ തന്നെയാണ് വർക്ക് ചെയ്യുന്നത് തോന്നുന്നു അല്ലേ? അതെ. ഫൈൻ. അതുകൊണ്ടാണ് ആ ക്വസ്റ്റ്യൻ വന്നത്. നല്ല ക്വസ്റ്റ്യൻ ആട്ടോ. നോർമലി പ്രാക്ടിക്കൽ സൈഡിലുള്ള ആളുകൾ അത്രയും ക്വസ്റ്റ്യൻസ് ചോദിക്കുമ്പോൾ നല്ലതാണ്. അല്ലാത്തവർക്ക് ചിലപ്പോൾ അറിയില്ല. അവർക്കൊന്നും വളരെ കാലമായിട്ട് നമ്മുടെ ഉള്ളിലുള്ള ഡൗട്ടാ. അത് ക്ലിയർ ചെയ്തരാം. ഇത്രയും കാലം ചെയ്തതിൽ ഉള്ള ഒരു ഇതാണ് അല്ലേ? അതെ. പക്ഷെ എടുക്കാൻ പറഞ്ഞാൽ നമ്മളവിടെ എടുത്തു കൊടുക്കും. അവിടെ ഫിഗർ തരും, ഇത് തരും, ഒക്കെ മനസ്സിലായില്ലേ? അത്രേ ഉള്ളൂ. പക്ഷെ എന്തുകൊണ്ടാന്നുള്ളത് അത് ക്ലിയർ ആയിട്ട് പറഞ്ഞുതരാം. അതെ. എന്തുകൊണ്ടാണ്, വാട്ട് ഈസ് ദ റീസൺ, കാരണം. നല്ല ചോദ്യം കേട്ടോ, ഇഷ്ടപ്പെട്ടു. സാധനം എനിക്കിതുവരെ വരാത്തൊരു ചോദ്യമാണ്. പക്ഷെ ഇമ്പോർട്ടന്റ് ആണ്. ഇപ്പം ഞാൻ ചെയ്യുന്ന ആളുകൾക്കൊക്കെ ആ ഡൗട്ട് വന്നിട്ടുണ്ടോ കേട്ടോ, സാറ് ചോദിച്ചതിന് ശേഷം. ഇതൊന്ന് ചെയ്യാം എല്ലാവരും. ഇതൊന്ന് ഫാസ്റ്റ് ആയിട്ട് ചെയ്യാം. ചെയ്ത് കഴിഞ്ഞ ആളുകൾ കമന്റ് ആയിട്ട് പറഞ്ഞാൽ മതി.
ചെയ്യുന്ന സമയത്ത് ട്രേഡിംഗ് അക്കൗണ്ടും പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും ഒക്കെ വരച്ചിട്ട് തന്നെ ചെയ്യണം കേട്ടോ. ഒപ്പിച്ച് ചെയ്യരുതേ, പിന്നെ അത് ശീലമായിട്ട് മാറും. യൂട്യൂബിലുള്ള ആളുകൾ അവിടെ കമന്റ് ചെയ്ത് പോവാം. വരച്ചിട്ട് തന്നെ ചെയ്യണേ ട്രേഡിംഗ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. ഇതിലെ ഗ്രോസ് പ്രോഫിറ്റ് നമുക്ക് ഇതാണോ കിട്ടുന്നത്? ഒന്നും കേൾക്കുന്നില്ല എന്ന് പറയുന്നുണ്ട്. പ്രോബ്ലം തന്നിരിക്കുകയാണ്, അപ്പൊ ഒന്നും പറയുന്നില്ല. ഗ്രോസ് പ്രോഫിറ്റ് 30,690 കിട്ടിയിട്ടുണ്ട്. നെറ്റ് പ്രോഫിറ്റ് അല്ല, നെറ്റ് ലോസ് ആണ് വരുന്നത്. യൂട്യൂബിനകത്ത് ആൾ കമന്റ് ചെയ്താൽ മതി, ഞാൻ നോക്കുന്നുണ്ട്. നെറ്റ് ലോസ് ഒരു 12,960 വരും. ഇങ്ങനെ തന്നെയാണോ വന്നേക്കുന്നത്? കറക്റ്റ് ആണോ? എല്ലാവർക്കും ഇതേപോലെ തന്നെയാണോ വന്നേക്കുന്നത്?
ഇതാണോ വന്നേക്കുന്നത്? ഇതാണോ? അല്ലല്ലോ, നെറ്റ് പ്രോഫിറ്റ് അല്ലേ? നിങ്ങൾ ആരെന്താ ഒന്നും മിണ്ടാത്തെ? ഇതാണോ? കമന്റ് ചെയ്തിട്ടോളി. നെറ്റ് പ്രോഫിറ്റ് എമൗണ്ട് ആണോ? 18,150 ആണോ വന്നേക്കുന്നത്? എത്തിയിട്ടില്ല എന്ന് തോന്നുന്നു അല്ലേ? എത്ര എമൗണ്ട് വന്നേക്കുന്നത്? ഞാൻ മൈക്ക് അൺമ്യൂട്ട് ചെയ്യാനുള്ള പെർമിഷൻ തരാം. എവിടെ തെറ്റുണ്ടോ? ഒരു പക്ഷേ എൻ്റെ അടുത്തുള്ള മിസ്റ്റേക്ക് ആയിരിക്കാം. ഞാൻ നോക്കിയിട്ടില്ല പ്രോബ്ലം. ആരെങ്കിലും ഒരാളൊന്ന് നെറ്റ് പ്രോഫിറ്റ് 18,150 അല്ല, ആരെങ്കിലും വ്യത്യാസമുണ്ടോ? ആ ശരിയാണ് സാറേ, അതൊക്കെ ചെയ്യാം. കുറെ ആൾക്കാർക്ക് നോ നോ എന്ന് പറയുന്നുണ്ടല്ലോ. ആർക്കൊക്കെയാ തെറ്റിയത്? ഇത് തെറ്റാ വലിയ കാരണമൊന്നും ഇല്ലല്ലോ. ചെയ്ത് കാണിക്കണോ? സ്പീഡാക്കണോ? സ്പീഡ് ചെയ്ത് കാണിക്കണോ? ഇത് കുറെ ആളുകൾക്ക് തെറ്റി കാണിക്കുന്നത്. നോ നോ എന്ന് കാണിക്കുന്നത്. ചെയ്ത് കാണിച്ചേക്കാം. ഞാൻ വരക്കുന്നില്ല, പക്ഷെ ഓരോ ഭാഗങ്ങളൊന്നും ഇങ്ങനെ നോക്കിക്കോളൂ. വരക്കുന്നില്ല. ട്രേഡിംഗ് അക്കൗണ്ട് ആദ്യം പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് നമ്മളിവിടെ ഓപ്പണിംഗ് സ്റ്റോക്ക് കൊടുക്കാം. ഓപ്പണിംഗ് സ്റ്റോക്ക് അതിന്റെ വില ഒരു 36,500 വരും. ദെൻ പർച്ചേസ് വരും. സ്പീഡായിട്ട് ചെയ്താണ്. പർച്ചേസ് നമുക്ക് 65,000 വരുന്നുണ്ട്. അതിന് അല്ലെ 65,000 നിന്ന് 1,365 പോയി കഴിഞ്ഞാൽ 63,635 വരും അല്ലെ. പർച്ചേസ് റിട്ടേൺ കഴിച്ചതിന് ശേഷമുള്ള എമൗണ്ട് ആണത്. പിന്നെ നമുക്ക് ഡയറക്റ്റ് എക്സ്പെൻസ് എന്തൊക്കെയാ വരുന്നത്? ഡയറക്റ്റ് എക്സ്പെൻസ് എന്തൊക്കെയാ വരുന്നത്? ടൈപ്പ് ചെയ്തോളൂ, കമന്റ് ആയിട്ട് ടൈപ്പ് ചെയ്തോളൂ. ഡയറക്റ്റ് എക്സ്പെൻസ് എന്തൊക്കെയാ വരുന്നത്? ക്യാരേജ് അല്ലെ, ക്യാരേജ് ഇൻ പർച്ചേസുമായി ബന്ധപ്പെട്ടുള്ള ക്യാരേജ് വരുന്നുണ്ട് 1,675. പിന്നെ നമുക്കൊരു വേജ് വരുന്നുണ്ട്, അത് നമുക്ക് 16,100 അല്ലെ. ഈ ഒരു എമൗണ്ട് 16,100 വരും. ഇനി ഈ ഭാഗത്തൊന്നുമില്ല. പിന്നെ നമുക്കുള്ളത് ഇപ്പുറത്തെ ഭാഗത്താണ്. സെയിൽസ് വരുന്നുണ്ട്. സെയിൽസ് 1,21,000 വരും. സെയിൽസ് റിട്ടേൺ 2,400 വരും. അത് കഴിഞ്ഞ ശേഷം 1,18,600 വരും അല്ലെ. 1,18,600 വരും. സെയിൽസ് റിട്ടേൺ കുറച്ചുള്ള എമൗണ്ട് ആണ്. പിന്നെ നമുക്ക് വരുന്നത് ക്ലോസിംഗ് സ്റ്റോക്ക് ആണ്. ഓക്കെ, ക്ലോസിംഗ് സ്റ്റോക്കിന്റെ എമൗണ്ട് ഒരു 30,000 വരും. ഓക്കെ, ഇത് രണ്ട് ഭാഗം ഈക്വലി കൂട്ടി നോക്കുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന ഒരു ഫിഗർ 1,48,600 ആയിരിക്കും അല്ലെ. 1,48,600 ഈ ഭാഗത്താണ് കുറവ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഗ്രോസ് പ്രോഫിറ്റ് എന്ന് വേണമെങ്കിൽ പറയാം. ഓക്കെ സാറേ. ഓക്കെ ഗ്രോസ് ഇപ്പൊ അവിടെ ഓപ്പണിംഗ് സ്റ്റോക്ക് 36,500 ക്ലോസിംഗ് സ്റ്റോക്ക് 30,000 ഇല്ലേ? പറയാം. ഓപ്പണിംഗ് സ്റ്റോക്ക് 36,500. ഓക്കെ, ഇവിടെ വരുന്നത് 30,690 വരും ഗ്രോസ് പ്രോഫിറ്റ്. ഈ ഗ്രോസ് പ്രോഫിറ്റ് എടുത്തിട്ട് നമ്മൾ നേരെ ഇപ്പുറത്തേക്ക് ഇടും. 30,690 നേരെ ഇവിടേക്ക് കൊണ്ടുപോയിടും ഗ്രോസ് പ്രോഫിറ്റ്. ഓക്കെ, നേരെ ഈ ഭാഗത്ത് കൊണ്ടുപോയിടും ഗ്രോസ് പ്രോഫിറ്റ്. ഇനി നമുക്ക് ഇവിടെ വരുന്നത് ഇൻഡയറക്റ്റ് എക്സ്പെൻസ് ആണ്. ഇൻഡയറക്റ്റ് എക്സ്പെൻസ് അതിന്റെ താഴത്ത് വരുന്നത് സാലറി 7,600. കാരേജ് ഔട്ട്വേർഡ് എത്ര വരുന്നത്? 1,315. ഡിസ്കൗണ്ട് അലൗഡ് 430. റെന്റ്
നമുക്കൊരു 1430 വരും. അഡ്വർടൈസ്മെന്റ് 2400. 2400. ഓക്കെ. ഇനി ഈ ഭാഗത്ത് നമുക്ക് വരുന്നത് ഡിസ്കൗണ്ട് റിസീവ്ഡ് എന്നുള്ള ഇൻഡയറക്റ്റ് ഇൻകം ആയിരിക്കും അല്ലെ. 600. അത് നമുക്കൊരു 635 ഇതിന്റെ രണ്ട് ഭാഗം നമ്മൾ ടാലി ചെയ്യുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന ഒരു എമൗണ്ട് 31,325 ആയിരിക്കും വരുന്നത് അല്ലെ. 31,325 വരും. ഇത് എമൗണ്ട് ഇപ്പുറം വരും. അപ്പൊ ഇവിടെ ഒരു ഗ്രോസ് ലോസ് ഉണ്ടാവും അല്ലെ. സോറി, നെറ്റ് പ്രോഫിറ്റ് ഉണ്ടാവും. നെറ്റ് പ്രോഫിറ്റ്. ഈ നെറ്റ് പ്രോഫിറ്റ് വന്നിരിക്കുന്നത് 18,150. ജസ്റ്റ് ഇതിനൊരു കള്ളിയായിട്ട് വരച്ചാൽ മതി, വേറെ ഒന്നും വേണ്ട. ഇങ്ങനെ വരച്ചെടുത്താൽ മതി. ഇതാണ് ട്രേഡിംഗ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എന്ന് പറയുന്ന സംഭവം. ട്രേഡിംഗ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. ഓക്കെ, ഇതെല്ലാവർക്കും കിട്ടില്ല. കിട്ടിയില്ലെങ്കിൽ ചാറ്റ് ബോക്സിൽ ഒന്ന് ടൈപ്പ് ചെയ്ത് വിട്ടെ, ഓടിച്ചു വിട്ടാണേ. ഓക്കെ, ഫൈൻ. ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നതിന് മുമ്പ് ഒരു ചെറിയ സാധനം കൂടി തരാം. ഇപ്പൊ കുറെ ആളുകൾ തെറ്റിയതുകൊണ്ട് തരുന്നതാണ്. ജസ്റ്റ് ഓടിച്ചോളി. ഓപ്പണിംഗ് സ്റ്റോക്ക് പരമാവധി ശ്രദ്ധിച്ച് ചെയ്തോളെ, തെറ്റ് ഒഴിവാക്കിയിട്ട് ചെയ്യാം. ഓപ്പണിംഗ് സ്റ്റോക്ക്, പർച്ചേസ്, സെയിൽസ്, പർച്ചേസ്, റിട്ടേൺ, ലോഡിംഗ്, അൺലോഡിംഗ്, ഈ ലോഡിംഗ് അൺലോഡിംഗ് പർച്ചേസ് ചെയ്യുന്ന സമയത്തുള്ളതെന്നൊന്ന് മനസ്സിലാക്കണേ. ലോഡിംഗ് അൺലോഡിംഗ് നമുക്ക് രണ്ട് സമയത്തും വരാം. പർച്ചേസ് ചെയ്യുമ്പോഴും വരാം, സെയിൽ ചെയ്യുമ്പോഴും വരാം. പക്ഷെ ഇത് നമുക്ക് കൃത്യമായിട്ട് പർച്ചേസിന്റെ സമയത്തുള്ള ലോഡിംഗ് അൺലോഡിംഗ് ആണെന്ന് മനസ്സിലാക്കാം. കാരേജ് ഔട്ട് 400, കാരേജ് ഇന്ന് 300, കമ്മീഷൻ റിസീവ്ഡ് 450. ഇൻട്രസ്റ്റ് റിസീവ്ഡ് ആണ് 100. ബാങ്ക് ചാർജ് പെയ്ഡ് 150. അഡ്വർടൈസ്മെന്റ് 1000. പർച്ചേസ് ടാക്സ് 360. ക്ലോസിംഗ് സ്റ്റോക്ക് 1250. സെയിൽസ് റിട്ടേൺ 500. ഓക്കെ, ഇൻട്രസ്റ്റ് റിസീവ്ഡ് ആണ്. ഓടിച്ചു ചെയ്തോളൂ. എല്ലാവരും നോട്ട് ചെയ്ത് ചെയ്യണം കേട്ടോ. വെറുതെ ഇരുന്നുകൊണ്ടൊന്നും ചെയ്യാൻ പറ്റില്ല. ഇതിന്റെ ബുദ്ധിമുട്ട് ഇപ്പൊ മനസ്സിലാകത്തില്ല, കുറച്ചും കൂടി മുമ്പോട്ട് പോകുമ്പോഴാണ് തിരിയുക.
കഴിഞ്ഞ ആളുകൾ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്തിട്ട് പോയിക്കോളെ. സ്ലോയിൽ ചെയ്താൽ മതി, തെറ്റരുത്. ഈ പ്രോബ്ലത്തിൽ തെറ്റുണ്ടാവാൻ പാടില്ല.
ഗ്രോസ് ലോസ് ആണ്, നെറ്റ് ലോസ് ആണ്. ഒരു എമൗണ്ട് സ്ക്രീനിൽ എഴുതിയ എമൗണ്ട് കിട്ടും നോക്കണേ. കിട്ടിയോ? എല്ലാവരും കിട്ടിയോ? എല്ലാവർക്കും ഓക്കെ അല്ലേ? യൂട്യൂബിനകത്ത് കംപ്ലീറ്റ് പറയുന്നുണ്ട് ആളുകൾ. ഓക്കെ, ഫൈൻ. ആരൊക്കെയാ തെറ്റിയത്? എവിടെയാ തെറ്റിയത്? എന്താ എമൗണ്ട് തെറ്റാന്ന് പെട്ടെന്ന് പറയാം. എവിടെയാ തെറ്റെന്ന് പറയും ആരെങ്കിലും തെറ്റുണ്ടെങ്കിൽ. ഓക്കെ ആണോ? സെറ്റ് ആണോ? എല്ലാവർക്കും ഓക്കെ ആണെന്ന് തോന്നുന്നല്ലേ? വലിയ തെറ്റൊന്നും പറ്റിയിട്ടില്ലാന്ന് തോന്നുന്നു. ഓക്കെ, എല്ലാവരും കംപ്ലീറ്റ് ആണ്. അക്കൗണ്ട്സിന്റെ ബേസിക്സ് ക്ലാസ് എടുക്കുന്ന സമയത്ത് അക്കൗണ്ട്സ് കോൺസെപ്റ്റുകളെ കുറിച്ച് പറഞ്ഞിരുന്നോ? ജുവൽ എൻട്രി കോൺസെപ്റ്റ്സുകൾ, മാച്ചിങ് കോൺസെപ്റ്റുകൾ, ആ ഒരു സെഗ്മെന്റ് ഞാൻ പറഞ്ഞിരുന്നോ? ഓർക്കുണ്ടോ ആരെങ്കിലും? അക്കൗണ്ട്സിന്റെ കോൺസെപ്റ്റുകൾ. ഞാൻ ആ ഭാഗം മിസ്സായിട്ടുണ്ടോ? ഫൈൻ ഫൈൻ, ഓക്കെ. അറിയില്ല എന്താണ് അത് പറഞ്ഞിട്ടില്ല എന്ന് തോന്നുന്നു അല്ലേ? മാച്ചിങ് കോൺസെപ്റ്റ്സുകൾ, ഡ്യുവൽ എൻട്രി കോൺസെപ്റ്റ്സുകൾ, ബിസിനസ് ഒരുപാട് കാലത്തേക്ക് മുമ്പോട്ടേക്ക് പോകാനുള്ള ഇങ്ങനെ പറഞ്ഞിട്ടുള്ള ഒരു കോൺസെപ്റ്റ്സുകൾ മാച്ചിങ് കോൺസെപ്റ്റുമായി ബന്ധപ്പെട്ടാണ് വേണുഗോപാൽ സാർ ഇപ്പോൾ ചോദിച്ചേക്കുന്നതുമായി കണക്ട് ചെയ്യുന്നത്. ആ സംഭവം പറഞ്ഞിട്ടുണ്ടായിരുന്നോ? ഈ ട്രാൻസാക്ഷൻ നമ്മൾ ഇല്ല എന്നാണോ? ആരും പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞു. ഓക്കെ, അപ്പൊ അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയാം. ഒരു ദിവസം തന്നെ കോൺസെപ്റ്റ്സുകൾ മാത്രം പറയാനുണ്ട്. ഓക്കെ, ഇനി ഒരൊറ്റ സംഭവം കൂടി ഒരു സംഭവം കൂടി എക്സ്പ്ലെയിൻ ചെയ്ത് അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് കുറച്ച് മാച്ചിങ് കോൺസെപ്റ്റിനെ കുറിച്ച് പറയാം. കാരേജ് ഇൻവേർഡ് ട്രേഡിംഗ് അക്കൗണ്ടിലാണ്. കാരേജ് ഇൻവേർഡ് ട്രേഡിംഗ് അക്കൗണ്ട്. കാരേജ് ഇൻവേർഡ് എന്ന് പറഞ്ഞാൽ എന്താ? ഒന്ന് കമന്റ് ടൈപ്പ് ചെയ്തേ. കാരേജ് ഇൻവേർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് കാരേജ് ഇൻവേർഡ് എന്തുകൊണ്ടാണ് കാരേജ് ഇൻവേർഡ് ട്രേഡിംഗ് അക്കൗണ്ടിൽ വരുന്നത്? എന്തുകൊണ്ടാണ് കാരേജ് ഔട്ട്വേർഡ്
പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ വന്നത്. പർച്ചേസുമായി കണക്ട് ചെയ്തിട്ടുള്ള കാരേജ് ആണ് കാരേജ് ഇൻ എന്ന് പറയുന്നത്. റിലേറ്റഡ് ടു പർച്ചേസ്, കണക്റ്റഡ് ടു പർച്ചേസ്. കാരേജ് ഔട്ട്വേർഡ് എന്ന് പറയുമ്പോൾ സെയിൽസുമായി കണക്ട് ചെയ്തിട്ടുള്ള സംഭവം. ഓക്കെ, ഈ ലോഡിങ് അൺലോഡിങ് ചാർജ് ഒക്കെ പർച്ചേസ് എന്ന് പറയുകയാണെങ്കിൽ അത് ഡയറക്റ്റ് എക്സ്പെൻസ് ആണ്. ഇല്ലെങ്കിൽ നോർമലി അത് സെയിൽസിലൊക്കെയാണ് ട്രീറ്റ് ചെയ്ത് വരിക, ലോഡിങ് അൺലോഡിങ് ചാർജ് എന്ന് പറയുമ്പോൾ. ഇനി ലാസ്റ്റ് കോൺസെപ്റ്റ് കൂടി പറയാം. ഫിനാൻഷ്യൽ അക്കൗണ്ട്സിലെ ലാസ്റ്റ് പോയിന്റ് കൂടി പറഞ്ഞതിന് ശേഷം വേണുഗോപാൽ സാറിന്റെ ആ സംഭവം കൂടി മാച്ചിങ് കോൺസെപ്റ്റുമായി കണക്ട് ചെയ്തിട്ട് അത് പറയാനുണ്ട്. അപ്പോൾ ലാസ്റ്റ് സംഭവം, ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റിൽ 2 കാര്യങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞു. ഒന്ന് പൊസിഷൻ സ്റ്റേറ്റ്മെന്റും മറ്റൊന്ന് ഇൻകം സ്റ്റേറ്റ്മെന്റ്. ഇൻകം സ്റ്റേറ്റ്മെന്റിൽ 2 സംഭവങ്ങൾ നമ്മൾ പറഞ്ഞു. ട്രേഡിംഗ് അക്കൗണ്ട് എന്നാണ്. ട്രേഡിംഗ് അക്കൗണ്ടിൽ കിട്ടുന്ന നമുക്ക് ഗ്രോസ് പ്രോഫിറ്റ് ഓർ ഗ്രോസ് ലോസ് ആണ്. കമ്പനിയുടെ യഥാർത്ഥ ലാഭമല്ല, യഥാർത്ഥ നഷ്ടമല്ല, അതാണ് ഗ്രോസ് പ്രോഫിറ്റ്. നെറ്റ് പ്രോഫിറ്റിൽ നമുക്ക് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ നമുക്ക് കിട്ടുന്നത് യഥാർത്ഥ ലാഭം യഥാർത്ഥ നഷ്ടമാണ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ നമുക്ക് കിട്ടുന്നത്. ഇനി യഥാർത്ഥ ലാഭം നഷ്ടമൊക്കെ നമുക്ക് കിട്ടിക്കഴിഞ്ഞതിന് ശേഷം ഇത് നമ്മൾ കൃത്യമായിട്ടും നമ്മുടെ ഇൻവെസ്റ്റേഴ്സിന്റെ മുമ്പിൽ നമ്മൾ പ്രസന്റ് ചെയ്യണം. ആ പ്രസന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ടൂളാണ് പൊസിഷൻ സ്റ്റേറ്റ്മെന്റ്. ആ പൊസിഷൻ സ്റ്റേറ്റ്മെന്റിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ടൂളാണ് ബാലൻസ് ഷീറ്റ് എന്ന് പറയാം. അതായത് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റിലെ അവസാനത്തെ സ്റ്റേറ്റ്മെന്റ് ആണ് എന്ന് നമുക്ക് എന്ത് പറയാം, ബാലൻസ് ഷീറ്റിനെ കുറിച്ച് പറയാം. ഒരു ബിസിനസ് സ്ഥാപനത്തിന്റെ ഫിനാൻഷ്യൽ പൊസിഷൻ കണ്ടെത്തുക എന്നുള്ളതാണ് ബാലൻസ് ഷീറ്റിന്റെ ഒരു ഉദ്ദേശം എന്ന് പറയാം. അപ്പോൾ ഫിനാൻഷ്യൽ പൊസിഷൻ എന്തായിരിക്കും? അതിൽ അസറ്റ് ആണോ, അതിൽ ലാബിലിറ്റി ആണോ? നമ്മൾ സാധാരണ രീതിയിൽ ഒരാളെ കണ്ടു കഴിഞ്ഞാൽ അയാളുടെ ഫിനാൻഷ്യൽ പൊസിഷൻ എങ്ങനെയാണ് നമ്മൾ നിർണ്ണയിക്കാം? അയാൾക്ക് എത്ര ആസ്തി ഉണ്ട്, അയാൾക്ക് എത്ര ബാധ്യതയുണ്ട്, അതിന്റെ ബേസിലല്ലേ നമ്മൾ നിർണ്ണയിക്കാം. ആസ്തിയാണ് കൂടുതലെങ്കിൽ നമ്മൾ അയാൾ ഉഷാറാണെന്ന് പറയും, അല്ലേ? ലാബിലിറ്റി ആണ് കൂടുതലെങ്കിൽ ഇന്ന രീതിയിലൊക്കെ പറയും. അപ്പോൾ ഒരു ഫിനാൻഷ്യൽ പൊസിഷൻ കണ്ടെത്തുക എന്നുള്ളതാണ് പ്രധാനമായിട്ടും ബാലൻസ് ഷീറ്റിന്റെ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ബാലൻസ് ഷീറ്റിൽ 2 ഭാഗങ്ങളുണ്ടാവും. നമ്മൾ ബാലൻസ് ഷീറ്റ് നമുക്ക് റീഡ് ചെയ്യാൻ വേണ്ടി നമ്മൾ പഠിക്കും. ഓക്കെ, ബാലൻസ് ഷീറ്റ് നമ്മൾ റീഡ് ചെയ്യാൻ വേണ്ടി പഠിക്കും. അപ്പോൾ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കും ബിസിനസിന്റെ പ്രോഫിറ്റ് അങ്ങോട്ടേക്ക് പോയി. ഒരു 3-4 വർഷത്തെ ബാലൻസ് ഷീറ്റ് ഒക്കെ എടുത്തിട്ട് എങ്ങനെയാണ് നമ്മൾ അടുത്ത 3-4 വർഷത്തിലേക്ക് എങ്ങനെയാണ് അതിന്റെ പ്രോഫിറ്റ് വരാൻ വേണ്ടി പോകുന്നത്, അല്ലെങ്കിൽ അടുത്തൊരു ഫിനാൻഷ്യൽ പൊസിഷൻ എന്തായിരിക്കും ഇനി അങ്ങോട്ടുള്ള 3 കൊല്ലം. ഇത് നമുക്ക് ട്രേഡിംഗ്, നമ്മൾ ട്രേഡിംഗ് ഒക്കെ ചെയ്യാറില്ലേ, സ്റ്റോക്ക് മാർക്കറ്റിലൊക്കെ ട്രേഡ് ചെയ്യുന്ന സമയത്ത് കൃത്യമായിട്ട് നമുക്ക് ഈ നോളജ് ഉണ്ടായിരിക്കണം. അടുത്ത കൊല്ലം എന്തായിരിക്കും ബിസിനസ്, അതിനനുസരിച്ച് നമുക്ക് ഷെയർ വാങ്ങാനും ഷെയർ വിൽക്കാനൊക്കെ നമുക്ക് പറ്റണം. അതിനൊക്കെയാണ് നമ്മൾ ബാലൻസ് ഷീറ്റ് റീഡിങ്ങും പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് റീഡിങ്ങും. അത് ഇമ്പോർട്ടൻ്റ് ആണ് ഷെയർ മാർക്കറ്റിൽ. അപ്പോൾ അത് എങ്ങനെയാണ് ഒരു കമ്പനിയുടെ ബാലൻസ് ഷീറ്റ്, ഒരു 3-4 കൊല്ലത്തെ ബാലൻസ് ഷീറ്റ് നമുക്ക് കിട്ടും. നമുക്ക് കിട്ടൂലേ? ഇപ്പൊ വി ഗാർഡിന്റെ ഒരു 4 കൊല്ലത്തെ ബാലൻസ് ഷീറ്റ് നമുക്ക് കിട്ടാൻ ചാൻസ് ഉണ്ടോ? ഹലോ, വി ഗാർഡിന്റെ ഒരു 4 കൊല്ലത്തെ ബാലൻസ് ഷീറ്റ് നമുക്ക് കിട്ടാൻ ചാൻസ് ഉണ്ടോ? ചാൻസ് ഉണ്ടോ? ഒന്ന് ടൈപ്പ് ചെയ്യൂ. കിട്ടാൻ ചാൻസ് ഉണ്ടോ? ഉണ്ടോ? ഇന്ത്യൻ റെയിൽവേന്റെ ഒരു 4 കൊല്ലത്തെ ബാലൻസ് ഷീറ്റ്, 4 കൊല്ലത്തെ സംഭവം ഒരു ചാൻസ് ഇല്ല. കുറെ ആൾക്കാർ കിട്ടാണ്ട്, കുറെ ആൾക്കാർ കിട്ടില്ല എന്ന് പറഞ്ഞു. എവിടെ കിട്ടാം? ജസ്റ്റ് നോക്കിക്കോളെ, സ്ക്രീനിൽ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഇത് സാന്ദർഭികമായിട്ട് പറഞ്ഞു പോകുന്നതാണ്. ഇത് നിങ്ങൾക്ക് ഏത് കമ്പനിയുടെയും, ഏത് കമ്പനി എന്നല്ല, പബ്ലിക് ലിമിറ്റഡ് കമ്പനികളുടെ ബാലൻസ് ഷീറ്റ് നമുക്ക് റീഡ് ചെയ്യാൻ പറ്റും. ഇതാണ് ആപ്പ് സ്ക്രീനർ. ഒന്ന് നോക്കിക്കോളൂ കേട്ടോ. നിങ്ങൾ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. സ്റ്റോക്ക് മാർക്കറ്റിനൊക്കെ വേണ്ടി നമ്മൾ ഫണ്ടമെന്റൽ അനാലിസിസിന് വേണ്ടി ഉപയോഗിക്കുന്ന ടൂളാണ്. സാന്ദർഭികമായിട്ട് പറഞ്ഞു. നിങ്ങൾക്ക് ഇത് റീഡ് ചെയ്യാൻ നമ്മളിത് പഠിക്കുന്നുണ്ട്. ജസ്റ്റ് ഇവിടെ വി ഗാർഡ് എന്ന് കൊടുക്കുകയാണ്. ഇപ്പോൾ വി ഗാർഡ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ വി ഗാർഡ് ഇൻഡസ്ട്രീസിന്റെ ഡീറ്റെയിൽ ഇവിടെ കിട്ടില്ലേ. അപ്പോൾ ആ കമ്പനിയെ സംബന്ധിച്ചിടത്തോളം അതിന്റെ ചാർട്ടുകൾ, അനാലിസിസ് ഒക്കെ ഇവിടെ കിട്ടും. കമ്പനിയുടെ പ്രോൺസ്, കോൺസ്, പിയർ കമ്പാരിസൺ, ക്വാർട്ടർലി റിസൾട്ട്. ഇതാണോ? ഇതാണ് ട്രേഡിംഗ് അക്കൗണ്ട്, നെറ്റ് പ്രോഫിറ്റ്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. കണ്ടോ? എന്താ നമ്മൾ പറയട്ടെ, ഇതൊക്കെ നമ്മൾ പഠിക്കാനുള്ളതാണ്. ബാലൻസ് ഷീറ്റ് 2013 മുതലുള്ള ബാലൻസ് ഷീറ്റ്. 13, 14, 15, 16, 17, 18, 19, 20, 21. നമുക്ക് ബാലൻസ് ഷീറ്റ് തന്നെ ഷെഡ്യൂൾ 3-ലൊക്കെ പറയുന്ന ബാലൻസ് ഷീറ്റ് ഉണ്ട്. 2 രീതിയിലുള്ള ബാലൻസ് ഷീറ്റുകൾ, വെർട്ടിക്കൽ ബാലൻസ് ഷീറ്റും ഉണ്ട്, ഹൊറിസോണ്ടൽ ബാലൻസ് ഷീറ്റും ഉണ്ട്. വെർട്ടിക്കൽ ബാലൻസ് ഷീറ്റും ഹൊറിസോണ്ടൽ ബാലൻസ് ഷീറ്റും ഉണ്ട്. പിന്നെ ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ്,
ഞാൻ നിങ്ങൾക്ക് പറയാറില്ലേ ക്യാഷ് ഫ്ലോ നമുക്ക് മനസ്സിലാക്കണം, റേഷ്യോസ് അനാലിസിസ് നോക്കണം, ഇത് ഷെയർ ഹോൾഡിംഗ് പാറ്റേൺസ് ഇവരുമായി ബന്ധപ്പെട്ട ഡോക്യുമെന്റ്സ് ഒക്കെ ഉണ്ട്. അത് ഇവരുടെ മാത്രമല്ല ഒരുപാട് കമ്പനീസിന്റെ ഡാറ്റ ഇവിടുന്ന് കിട്ടും. അപ്പൊ ഇതൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. സ്ക്രീനർ. ഫൈൻ. സ്ക്രീൻ കാണുന്നില്ലായിരുന്നു? അയ്യോ സ്ക്രീൻ കോൺസി നിങ്ങൾക്ക് സംസാരിക്കാൻ പറ്റുന്നില്ലല്ലേ ആക്ച്വലി. ഞാൻ നിങ്ങളെ എന്താണ് ഇപ്പൊ ഓക്കെ ആണോ? സർ Sorry ട്ടോ, വൈറ്റ് ബോർഡ് really sorry. കണ്ടോണ്ടിരുന്നത്. ഒരു White വൈറ്റ് board ആ ബോർഡ് കണ്ടിരുന്നല്ലേ? കുറച്ച് ഡോട്ട്സ് മാത്രമേ അതെ അതെ. ഐ എം സോറി. ഞാൻ നിങ്ങളത് കാണുന്നുണ്ട് എന്നുള്ള ധാരണയില്ലായിരുന്നു. ഓക്കെ സോറി. നോക്കാം, ഒന്നുകൂടി കാണിച്ചു തരാം. ഒന്നും കൂടി കാണിച്ചു തരാം. കാണുന്നില്ല എന്ന് യൂട്യൂബിനകത്തുള്ള കമന്റ് ശ്രദ്ധിച്ചപ്പോഴാണ്. ഇപ്പൊ അൺമ്യൂട്ട് ചെയ്യാൻ പറ്റുന്നില്ല അല്ലെ? അൺമ്യൂട്ട് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ നിങ്ങൾ ഒച്ചപ്പാടുണ്ടാക്കേണ്ടത് മൈക്കിനകത്ത്. ഞാൻ നിങ്ങൾക്ക് സംസാരിക്കാൻ പറ്റുന്നുള്ളൊരു ധാരണയിലാണ് ഞാൻ അങ്ങ് പോകുന്നത്. ഇപ്പൊ സ്ക്രീൻ കാണുന്നുണ്ടോ? കാണാം. എന്താണ് ഈ സ്ക്രീനർ എന്നുള്ള സംഭവം? സ്ക്രീനർ. ഓക്കെ, ഇതാണ് ആപ്പ്. ജസ്റ്റ് നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ചോളൂ, പിന്നീട് നിങ്ങൾക്ക് നോക്കാം. ഇത്ര നേരം പറഞ്ഞ വെറുതെ അല്ലേ? ഓക്കെ, വി ഗാർഡ്. ഓക്കെ, വി ഗാർഡ് ഇൻഡസ്ട്രീസ്. ഇപ്പൊ വി ഗാർഡ് ഇൻഡസ്ട്രീസിന്റെ ഡാറ്റയാണ് സ്ക്രീനിൽ കാണുന്നത്. ഇതിനകത്ത് കണ്ടോ റിസൾട്ട്? ഇത് വേണമെങ്കിൽ ട്രേഡിംഗ് അക്കൗണ്ട് എന്ന് വേണമെങ്കിൽ പറയാം. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഇതാ. 5 വർഷത്തെ എന്നല്ല, 2013 മുതൽ 13, 14, 15, 16, 17, 18 തുടങ്ങി നോക്കണ്ടോ? ഇതിൽ നോക്കിയാൽ മനസ്സിലാവും. 1351, 1506 ഇതിങ്ങനെ കണ്ടോ? ഇത് സെയിൽസിനെ കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും പറയാൻ പറ്റുമോ ഇത്രയും കാലം പഠിച്ച സ്ഥിതിക്ക്? 2013 1351, ഇതൊക്കെ CR-ലായിരിക്കും. സെയിൽസ് 2013, 2014 ഇത്ര, 15 ഇത്ര, 18, 16, 17, 18, 19, 20, 21, 22, 23, 24 ഇതിനെ കുറിച്ച് എന്ത് പറയാൻ പറ്റും? ഈ സെയിൽസിന്റെ ഈ ഒരു പാറ്റേൺ. സെയിൽസ് കൂടിക്കല്ലേ? ഈ കമ്പനി എങ്ങോട്ടേക്കാ പോകുന്നത്? സെയിൽസ് കൂടുതലാണ്. മുമ്പോട്ടേക്ക് പോവോ? വണ്ടി മുമ്പോട്ടേക്ക് പോവോ? നമ്മൾ പഠിക്കട്ടോ ബാലൻസ് ഷീറ്റ് റീഡിങ്ങും പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. ഇതോ ഈ ഒരു പാറ്റേണോ? ബാക്കിയൊന്ന് മ്യൂട്ട് ചെയ്യേ, ആവശ്യമില്ലാത്തവർക്ക് മ്യൂട്ട് ചെയ്യേ. ഈ ഒരു പാറ്റേണോ എക്സ്പെൻസിന്റെ? ഇത് ഒറിസോണ്ടൽ വെർട്ടിക്കൽ ഇതുണ്ട്. ഷെഡ്യൂൾ 3 പറയുന്ന സംഭവങ്ങളുണ്ട്. ഈ ഒരു പാറ്റേൺ കണ്ടിട്ട് എന്താ അവസ്ഥ തോന്നുന്നത്? ഇൻക്രീസ് ചെയ്ത് വരികയാണ്. Expense also increasing. അപ്പൊ ഇതിനൊരു റേഷ്യോ ഉണ്ടാവില്ലേ? സെയിൽസ് എക്സ്പെൻസ് ഉണ്ടാവും. ഇതിനകത്തേക്ക് എന്തെങ്കിലും മിസ്റ്റേക്ക് പറ്റുമ്പോൾ ഇനി നോക്കണേ. ഈ ഒരു സംഭവം കാണുമ്പോൾ നിങ്ങൾക്ക് എന്താ തോന്നുന്നത്? ജസ്റ്റ് തോന്നിയാൽ മതി, ബാക്കി ഞാൻ പറഞ്ഞു തന്നെ പിന്നെ പറയാം. Income increase ആണ്. എന്താണ് ഇൻക്രീസ് ചെയ്യുന്നത്? ഇത് Net profit. Company profit increase ആവുന്നുണ്ട്. ഇൻക്രീസ് ആവുന്നുണ്ട് അല്ലേ? ഇനി ബാലൻസ് ഷീറ്റ് ആണ് ഇതേപോലെ. ഓക്കെ, ഇതിൽ റേഷ്യോ അനാലിസിസ് ഒക്കെ ഉണ്ട്. ഞാൻ ഈ ഒരു സംഭവം നോക്കാം. ഇതിൽ നിങ്ങൾ കാണുമ്പോൾ എന്തെങ്കിലും മനസ്സിലാവുന്നുണ്ടോ? പെർസെന്റേജ് ഉണ്ട് മനസ്സിലായി. ഇതെന്താ? ഷെയർ ഹോൾഡിംഗ് പാറ്റേൺ. ഞാൻ വേറെ കമ്പനി എടുത്തരാം ഒന്നുകൂടി മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ്. മൈക്ക് മ്യൂട്ട് ചെയ്യാ, ആവശ്യമില്ലാത്ത ആൾക്കാര് മൈക്ക് മ്യൂട്ട് ചെയ്ത. അദാനിനെ എടുക്കാം അല്ലെ? അദാനിയല്ലേ ഇപ്പോഴത്തെ വലിയ? അദാനിയല്ലേ ഇപ്പോ? ഇവിടെ അദാനിന്റെ പ്രശ്നം നടന്നുകൊണ്ടിരിക്കല്ലേ ഇപ്പൊ അല്ലേ? അതെ. എന്താ പ്രശ്നം അദാനിക്ക്? ഒരു കുഴപ്പമില്ല. ഇതിലെന്തെങ്കിലും കുഴപ്പമുണ്ടോ? അദാനിയില് തിരിയുന്നില്ലേ? മനസ്സിലാവട്ടോ? അതായത് 2021
മൊത്തം ക്യാപിറ്റലിന്റെ 74% പ്രൊമോട്ടറുടെ കയ്യിലുണ്ടായിരുന്നു. 2023 69%. വീണ്ടും ഇവർ ഈ സാധനം വാങ്ങുന്നുണ്ട്. അതിനർത്ഥം എന്താ അറിയോ? ഷെയർ നല്ലോണം ഹോൾഡേഴ്സിന് കമ്പനിയിൽ കോൺഫിഡൻസ് ഉണ്ട് എന്നുള്ളതാണ്. അതായത് അതിന്റെ പ്രൊമോട്ടർക്ക് കമ്പനിയിൽ കോൺഫിഡൻസ് ഉണ്ട് എന്നുള്ള, അപ്പൊ ധൈര്യത്തിൽ എന്ത് ചെയ്യാം, അവർ സ്റ്റോക്കുകൾ വാങ്ങാന്നുള്ള ഇത് നിങ്ങൾ അനാലിസിസിൽ വരുന്നതാണ്. ഇതിപ്പോഴല്ല, കുറച്ചും കൂടി കഴിഞ്ഞാൽ റീഡിങ്ങിൽ വരുന്നതാണ്. അപ്പൊ ചില കമ്പനികൾ എടുത്തു കഴിഞ്ഞാൽ അതിന്റെ പ്രൊമോട്ടേഴ്സ് അതിന്റെ ഷെയറുകൾ ഇങ്ങനെ സെല് ചെയ്യുന്നുണ്ടാവും. അപ്പൊ നമ്മൾ എന്താ ചിന്തിക്കണ്ടേ? കമ്പനി നല്ല ലാഭം പ്രോഫിറ്റ് ഒക്കെ ഉണ്ടാവുമായിരിക്കും, പക്ഷെ പ്രൊമോട്ടേഴ്സ് മെല്ലെ പതുക്കെ പതുക്കെ സാധനം സെയിൽ ചെയ്യുന്ന ഒരു സംഭവം നിങ്ങളെ മുമ്പിൽ കിട്ടിയെങ്കിൽ നിങ്ങൾക്ക് എന്താ മനസ്സിലാക്കാൻ പറ്റുക? പ്രൊമോട്ടേഴ്സ് പറഞ്ഞാൽ എന്താ? കമ്പനീന്റെ പ്രൊമോട്ടേഴ്സ് എന്ന് പറഞ്ഞാൽ കമ്പനീന്റെ അത് ഉണ്ടാക്കിയ ആളുകൾ, പ്രൊമോട്ട് ചെയ്ത് തുടങ്ങിയ ആളുകൾ, അങ്ങനെയാണ് വിചാരിച്ചോളൂ. ഇപ്പൊ ഉദാഹരണം, ഞാനും ആദിത്യം ബിനൂസും അവിടെ തുടങ്ങിയിട്ട് നമ്മളൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു. നമ്മളാണ് ബിസിനസ് സ്റ്റാർട്ട് ചെയ്തത്. ലേറ്റർ നമ്മൾ എന്ത് ചെയ്യാണ്, ഇത് പബ്ലിക്കിലേക്ക് കൊടുക്കാൻ ഒരു പബ്ലിക് കമ്പനി ആയിട്ട് വരികയാണ്. അപ്പൊ നമ്മുടെ അടുത്ത് കയ്യിൽ ഒരു 30% ഷെയർ ഇപ്പൊ ഉണ്ട് വിചാരിച്ചോളി. ബാക്കി 70% ഇപ്പൊ പബ്ലിക്കിന്റെ കയ്യിലുള്ളത്. കുറച്ച് കഴിഞ്ഞപ്പോൾ നമ്മളൊരു 10% വിറ്റു. ഇനി നമ്മളെ കയ്യിൽ 20% ഉള്ളത്. ഇതിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് വിൽക്കുമ്പോൾ ഇതിന്റെ ഒരു സൈക്കോളജി എന്തായിരിക്കും? ഇതിന്റെ ഒരു സൈക്കോളജി എന്തായിരിക്കും? കമ്പനി ഷട്ട് ഡൗൺ ചെയ്യാനുള്ള പ്ലാൻ. കമ്പനി നമുക്ക് എന്താ അനലൈസ് ചെയ്യാം? കമ്പനി ലോസിൽ പോണത് കൊണ്ട് കമ്പനി നല്ല പ്രോഫിറ്റ് ഈ ഉണ്ടാക്കുന്നുണ്ട്. കമ്പനി നല്ല പ്രോഫിറ്റ് ഉണ്ടാക്കുന്നുണ്ട്. പക്ഷെ ഓണേഴ്സിന് എന്താ, ഓണേഴ്സിന് ഇതിലൊരു കോൺഫിഡൻസ് ഇല്ലെങ്കിൽ നമുക്ക് പതുക്കെ പതുക്കെ നമ്മൾ അനലൈസ് ചെയ്യണം. ഇങ്ങനെ ചില ഷെയർ നമ്മൾ ഷെയർ വാങ്ങുമ്പോൾ ഈ ഫണ്ടമെന്റൽ അനാലിസിസ് നമ്മൾ പറയാനുള്ളത് റേഷ്യോ. ഇവിടെയാണ് നമ്മൾ ഈ റേഷ്യോ അനാലിസിസും മറ്റു കാര്യങ്ങളൊക്കെ പഠിക്കേണ്ടത്. അപ്പൊ നിങ്ങൾ പറയില്ലേ അക്കൗണ്ട്സിൽ എന്താ സാലറി ഇല്ലാത്തത്? അക്കൗണ്ട്സിൽ ഈ കാര്യങ്ങൾ നമുക്ക് അറിയാത്തതുകൊണ്ടാണ് സാലറി ഇല്ലാത്തത്. ഇതൊക്കെ അറിയണം. അപ്പോഴേ നമുക്കൊരു കമ്പനിയില്ലേ, ഇപ്പൊ നമ്മൾ വന്നിട്ട് നമ്മളൊരു കമ്പനിയിൽ അക്കൗണ്ടന്റ് ആയിട്ട് നിൽക്കുകയാണ്. ഇപ്പോൾ മിക്കവാറും നമ്മളത് കൺസൾട്ടിങ് മേഖലയിൽ നമ്മൾ നിൽക്കുന്ന സമയത്ത് ചില ആളുകൾ ഇൻവെസ്റ്റ്മെന്റ് ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ പറഞ്ഞു വരും. അവ നമ്മൾ പിടിച്ചിരുത്തും. യൂണിറ്റ്സ് വരണം, നമ്മൾ മണിക്കൂറിന് അവളി ചാർജ് ചെയ്യും ഇവരോട്. അപ്പോൾ ഇവരിതായിരിക്കും. അപ്പം മുതലാളി പറഞ്ഞിട്ടുണ്ടാവും ഒരു കഴിഞ്ഞ ഒരു 6 വർഷത്തെ ബാലൻസ് ഷീറ്റ്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഒക്കെ കൊണ്ടുവരണം എന്ന് പറയും. അപ്പൊ ഇവരതൊക്കെ കൊണ്ടുവന്നിട്ട് നമ്മൾ ഈ ബാലൻസ് ഷീറ്റും പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ഇരുന്നിട്ട് നോക്കിയിട്ട് പറയണം കമ്പനിയുടെ പെർഫോമൻസ് എങ്ങനെയാണ്, കമ്പനി ഈ രീതിയിലേക്കാണ് പോണത്, ഈ രീതിയിൽ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യണോ വേണ്ടയോ എന്നുള്ളത് നമ്മളാണ് എന്ത് ചെയ്യേണ്ടത്, ഇവർക്ക് സജഷൻ കൊടുക്കേണ്ടത്. ഇതെന്തിനാ നമ്മളെ ആക്കുന്നത്? അവിടെ അക്കൗണ്ടന്റ് ഇല്ലാത്തതുകൊണ്ടാണോ? അവിടെ ഡാറ്റ എൻട്രി പണിയെടുക്കുന്ന ആളുള്ളതുകൊണ്ടാണ് പ്രശ്നം. അപ്പൊ അത് നമ്മൾ പഠിക്കും കൃത്യമായിട്ട് എങ്ങനെ. അപ്പൊ അതിൽ അതായത് ആ ഷെയർ എങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് വിറ്റ്. ഇനി ഇതേപോലെ നോക്കുക, സ്ക്രീനറിൽ പോയിട്ട് ഒരു 10 കമ്പനികളെ കുറിച്ച് പഠിക്കോ? പറയോ? ഒരു 10 കമ്പനികളെ കുറിച്ചിട്ട് നിങ്ങൾ സ്ക്രീനിൽ പോയിട്ട് അപ്ലോഡ് ചെയ്ത് എനിക്ക് പറഞ്ഞു തന്നെ ഒരു ടാസ്ക് ആയിട്ട്. നിങ്ങൾക്ക് ഇത് പലപ്പോഴും കാണാത്ത സാധനമായിരിക്കും. 10 കമ്പനികളുടെ പ്രോഫിറ്റിൽ ഓടുന്ന കമ്പനികളും നഷ്ടത്തിൽ ഓടുന്ന കമ്പനികളും അതിന് റിസൾട്ട് ഒന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരണം. ഒരു 10 കമ്പനികൾ വേണമെങ്കിൽ സെർച്ച് ചെയ്യാം. അദാനി സെർച്ച് ചെയ്യാം, വി-ഗാർഡ് സെർച്ച് ചെയ്യാം. വി-ഗാർഡ് തന്നെ ഒരുപാട് കമ്പനികളുണ്ട്. ഒരു 10 കമ്പനികൾ ഇത് പഠിക്കണം കേട്ടോ, നിങ്ങൾക്ക് ആവശ്യമുള്ളതാണ്. ഇതാണ് നമ്മൾ കമ്പനിയുടെ ബാലൻസ് ഷീറ്റ് റീഡ് ചെയ്യാനും പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് റീഡ് ചെയ്യാനും ഈ ടൂളാണ് ഉപയോഗിക്കുക. ഞാൻ പോസിറ്റീവ് സ്റ്റേറ്റ്മെന്റ് പറഞ്ഞ സമയത്ത് ഞാൻ പറഞ്ഞത് മാത്രം. സ്ക്രീനർ എന്നുള്ള ആപ്പ് നോക്കിയിട്ട് ഇവിടെ അടിച്ചു കൊടുത്താൽ മതി കമ്പനികൾ. കേരളത്തിലുള്ള കമ്പനികൾ നോക്കാം. ഇപ്പൊ വി-ഗാർഡ്, വോൾട്ടാസ് ഉണ്ടോ? ഇവിടെ ഇങ്ങനെ വി അടിച്ചു കൊടുത്താൽ വിയുമായി കണക്ട് ചെയ്ത് വരും. എ അടിച്ചു കൊടുത്താൽ എ ഉള്ള കമ്പനികളുണ്ടോ? ആക്സിസ് ബാങ്ക്, അദാനി. ഇതിൽ ഓരോ സംഭവങ്ങൾ നിങ്ങൾ നോക്കിയാൽ മതി. ഓക്കെ, ഓരോ കമ്പനിയുടെ ഡീറ്റെയിൽ കിട്ടും. ഇതെന്തിനാ ഇങ്ങനെ പബ്ലിക് ഡോക്യുമെന്റ് ആക്കിയാണ്? പബ്ലിക് ലിമിറ്റഡ് കമ്പനിയുടെ എല്ലാ കാര്യങ്ങളും പബ്ലിക് ഡോക്യുമെന്റ് ആയിരിക്കും. പബ്ലിക് ലിമിറ്റഡ് കമ്പനിയുടെ എല്ലാ സാധനവും പബ്ലിക് ഡോക്യുമെന്റ് ആയിട്ട് മാറും. ഇപ്പൊ നിലവിൽ ഒരു ഇഷ്യൂ നടക്കുന്നുണ്ട്. എന്താ ഇഷ്യൂ നടക്കുന്ന അറിയോ? അദാനിയുമായി ബന്ധപ്പെട്ടിട്ട് മുമ്പ് ഒരു ഷെയർ മാർക്കറ്റിൽ ഒരു മൊത്തത്തിലൊരു പൊളിച്ചിലും ആട്ടലും തീച്ചിലൊക്കെ ഉണ്ടായില്ലായിരുന്നോ? അതേ കമ്പനി ഇവരെ കുറിച്ചൊരു സംഭവം വന്നിട്ടുണ്ട്. ശ്രദ്ധിച്ചിരുന്നോ? അദാനിയുമായി ബന്ധപ്പെട്ട്, സെബിയുമായി ബന്ധപ്പെട്ട് ഒന്നും കേട്ടിട്ടില്ല? ആരും കേട്ടില്ല? യെസ്, കേട്ടിട്ടുണ്ട്. എന്താ സംഭവം? സെബി ചെയർപേഴ്സണും അദാനിയും കൂടിയിട്ട് എന്തോ ഒരു ഫ്രോഡ് അലിഗേഷൻ ഉണ്ട് എന്ന് കേട്ടു. എന്താ ആര് പറഞ്ഞാണത്? പഴയ മുമ്പ് ഇതേപോലെ ന്യൂസ് കണ്ടതായിരുന്നു. മുമ്പ് ഇതേപോലെ ഒരു ഇഷ്യൂ ഉണ്ടായിട്ട് ഇവരുടെ വാല്യൂ മൊത്തം ഇടിഞ്ഞതായിട്ട് ഓർക്കുന്നുണ്ടോ? അതെ. അപ്പൊ ഇതൊക്കെ കണക്ട് ചെയ്ത് വായിക്കണം. ഇതിന്റെ ഒക്കെ റിപ്പോർട്ട്
നിങ്ങൾ ജസ്റ്റ് അദാനിയുടെ കമ്പനിയുമായി ബന്ധപ്പെട്ടിട്ട് ലേറ്റസ്റ്റ് ആയി നടന്നിട്ടുള്ള റിപ്പോർട്ടുകൾ ജസ്റ്റ് ഇതിനകത്ത് കയറി നോക്കിയാൽ മതി. അപ്പൊ ഈ പറഞ്ഞ സംഭവങ്ങൾ ഇതെല്ലാം കണക്ട് ചെയ്ത് പഠിക്കണം. നാട്ടുകാരൊക്കെ പറയുമ്പോൾ നമ്മൾ എന്താണ് ഇത് മനസ്സിലാക്കുക, പഴയ പോലെ കേട്ട് പോയാൽ പോരാ. അപ്പൊ അദാനി സെബി എന്ന് പറയുമ്പോൾ, സെബി എന്ന് പറഞ്ഞാൽ സെക്യൂരിറ്റി എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ ആണ്. അതായത് സ്റ്റോക്ക് മാർക്കറ്റ് ഇല്ലേ, ഷെയർ മാർക്കറ്റ്, നമ്മൾ അതായത് ഷെയറുകളുമായി ബന്ധപ്പെട്ടുള്ള ട്രാൻസാക്ഷൻസ് വെരിഫൈ ചെയ്യുന്ന ഒരു അതോറിറ്റി ആയിട്ട് തൽക്കാലം മനസ്സിലാക്കിക്കോളി. അതായത് ഈ അതോറിറ്റിയും അദാനി എന്ന് പറഞ്ഞുള്ള കമ്പനിയും തമ്മിൽ എന്തോ ഒരു കണക്ഷൻ ഉണ്ട്. അത് വെച്ചിട്ട് ഇവരെന്ത് ചെയ്യുന്നുണ്ട്, ഇല്ലാത്ത വില ഷെയറിന് കാണിച്ചു കൊടുത്തിട്ട് ഹൈക്ക് ചെയ്ത് കൊണ്ടുവന്നുണ്ട് എന്തെന്നുള്ള ഒരു ന്യൂസ് പോലത്തെ ഒരു സംഭവം. അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യും, എല്ലാവരും വിശ്വസിക്കും. ഇതിന്റെ വില ഇങ്ങനെ കൂടി വരുമ്പോൾ എല്ലാവരും കൊണ്ടുപോയിട്ട് ഇൻവെസ്റ്റ് ചെയ്യും. ശരിക്കും അതിനൊരു വില ഉണ്ടാവില്ല. അങ്ങനെ സാർ, ഈ സെബിയുടെ ചെയർപേഴ്സന്റെ ഫാമിലിയിൽപ്പെട്ട ആൾക്കാരുടെ അടുത്തൊക്കെ അദാനി ഗ്രൂപ്പ് കമ്പനീസ് ഹോൾഡിംഗ് ഉണ്ട്. അപ്പൊ അതുകൊണ്ട് അവര് കോൺസ്റ്റന്റ്ലി അതിന്റെ പ്രൈസ് ഇങ്ങനെ ഇൻക്രീസ് ചെയ്ത് കൊടുക്കായിരുന്നു, അങ്ങനെ കേട്ടിട്ടുണ്ട്. അങ്ങനെ കുറെ കേസ് ഉണ്ട്. നിങ്ങൾ മുമ്പ് സത്യം കമ്പ്യൂട്ടേഴ്സ് എന്ന് അടിച്ചെടുത്താൽ മതി. സത്യം കമ്പ്യൂട്ടേഴ്സ് ഇതേപോലെ മാർക്കറ്റിൽ നടന്നൊരു വലിയൊരു ക്ലാഷാണ്. നിങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് അന്വേഷിക്കണേ. എഴുതി വെച്ചോളൂ. സത്യം കമ്പ്യൂട്ടേഴ്സ് ഒരു 10 കമ്പനികളെ കുറിച്ചിട്ട് നിങ്ങൾ സ്ക്രീനറിൽ ഗ്രൂപ്പിനകത്ത് അപ്ഡേറ്റ് ചെയ്താൽ മതി. ഓക്കെ, 10 കമ്പനികളെ കുറിച്ചിട്ട് ഏതൊക്കെ നോക്കുക. അതിലൊരു 10 വർഷത്തെ പ്രോഫിറ്റ് നിങ്ങളൊരു ബുക്കിൽ എഴുതി വെച്ചിട്ട് ഇങ്ങനെ എഴുതിയാൽ മതി. 10 കമ്പനികൾ നേരെ ചെയ്താൽ നെറ്റ് പ്രോഫിറ്റ് നിങ്ങളത് നോക്കിയെന്ന് എനിക്ക് ഉറപ്പ് വരുത്താൻ വേണ്ടിയിട്ടാണ്. നെറ്റ് പ്രോഫിറ്റ് ഇങ്ങനെ ഗ്രോത്ത് ആണോ, എന്നിട്ട് അതിനെക്കുറിച്ച് ചെറിയൊരു വോയിസ് ഇടാം. നെറ്റ് ഗ്രോത്ത് ഉണ്ട്, ലോസ് ഉണ്ട്, നമ്മളെ ഗ്രൂപ്പിനകത്ത് ഇട്ടാൽ മതി. ഓക്കെ, ഇടൂലേ, ചെയ്യൂലേ? പ്രോഫിറ്റ് നോക്കിയാൽ മതി. നെറ്റ് പ്രോഫിറ്റ് ഇങ്ങനെ നോക്കാം. ഞാൻ നോക്കിയ കമ്പനി ഇതാണ്, അദാനി എന്നുള്ള ഒരു കമ്പനിയാണ് നോക്കിയത്. അതിന് 2013 എങ്ങനെയായിരുന്നു അതിന്റെ ഗ്രോത്ത് ഇങ്ങനെ വരുന്നത്. പതുക്കെ ഇങ്ങനെ പഠിച്ചു തുടങ്ങിക്കോളൂ കേട്ടോ. അറിയാത്ത ആളുകളൊന്നും കൺഫ്യൂഷൻ ആണ്ട. അറിയാത്ത ആളുകൾക്ക് എന്ത് ചെയ്യും, നിങ്ങൾ ഓരോരുത്തരും ഇടുന്ന പോസ്റ്റ് കാണുമ്പോൾ ആ അറിയാത്ത ആളുകൾക്ക് അത് വായിക്കാൻ പറ്റും. നിങ്ങൾ ഇങ്ങനെ ആ ഒരു പോസ്റ്ററും ഇതുമായിട്ട് കണക്ട് ചെയ്തിട്ട് ചെയ്യൂലേ? നെറ്റ് പ്രോഫിറ്റ് നോക്കണം, ഷെയർ ഹോൾഡിംഗ് പാറ്റേൺസ്, ഈ 2 സാധനങ്ങളാണ് നോക്കേണ്ടത്. ബാക്കി റേഷ്യോ അനാലിസിസ് കണക്ട് ചെയ്തിട്ട് നമ്മൾ പഠിക്കും. പ്രാക്ടിക്കലി ഒക്കെ ചെയ്തു പോണേ. ഞാൻ പറയുന്ന കാര്യങ്ങളൊക്കെ ഫോളോ ചെയ്ത് പോകണം. ഓക്കെ, ഫൈൻ, സെറ്റ് അല്ലേ? ഞാൻ ഇതിലേക്ക് തന്നെ പോവാം. ഇനി നമ്മളുള്ളത് പൊസിഷൻ സ്റ്റേറ്റ്മെന്റിലെ ലാസ്റ്റ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ലാസ്റ്റ് സംഭവമാണ് ബാലൻസ് ഷീറ്റ് എന്ന് പറയാം. ബാലൻസ് ഷീറ്റ് എന്ന് പറയുന്നത് ഒരു ബിസിനസിന്റെ ഫിനാൻഷ്യൽ പൊസിഷൻ കാണാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ടൂളാണ്. ഇതില് ബാലൻസ് ഷീറ്റിന്റെ ഒരു ഫോർമാറ്റ് ഞാൻ ജസ്റ്റ് വരക്കാം. ജസ്റ്റ് നിങ്ങളൊന്ന് വരച്ചു വെച്ചോളൂ, ഓടിച്ച് വരക്കാം. എല്ലാ ഐറ്റംസും ഒന്നും ഞാൻ എഴുതുന്നില്ല. ഈ ഇടതു ഭാഗത്ത് ലാബിലിറ്റി ആണ് വരുന്നത്. ഇടതു ഭാഗത്ത് ലാബിലിറ്റി, പിന്നെ എമൗണ്ട്, ലാബിലിറ്റി, എമൗണ്ട്, അസറ്റ്, എമൗണ്ട്. ഇതാണ് ഈ സംഭവം വരുന്നത്. ബാലൻസ് ഷീറ്റിന്റെ ഫോർമാറ്റ് ആണ്. ഇവിടെ നമ്മൾ ഫസ്റ്റ് ഐറ്റം വരുന്നത് ക്യാപിറ്റൽ ആണ്. നമ്മൾ അസറ്റ്, ലാബിലിറ്റി, എക്സ്പെൻസ്, ഇൻകം ഒക്കെ പറയുമ്പോൾ ആദ്യത്തെ ലാബിലിറ്റി ആയിട്ട് നമ്മൾ പറഞ്ഞിരുന്നത് ക്യാപിറ്റൽ ആണ്. ആദ്യത്തെ ലാബിലിറ്റി. ക്യാപിറ്റൽ എന്ന് പറയുന്നത് ലോങ് ടേം ലാബിലിറ്റിയിൽ വരുന്ന ഒരു സംഭവമാണ്. ഓക്കെ, പിന്നീട് വരുന്നത് ലോങ് ടേം ലാബിലിറ്റി ആണ്. ഓക്കെ, ലോങ് ടേം ലാബിലിറ്റി. പിന്നീട് ഇതിന്റെ താഴെ ഷോർട്ട് ടേം ലാബിലിറ്റി വരും. പിന്നെ വരുന്നത് കറണ്ട് ലാബിലിറ്റി. ഇതെന്താന്ന് അറിയാത്ത ആൾക്കാർ ഫസ്റ്റ് സെഷനിൽ പോയി കണ്ടോളൂ കേട്ടോ. ക്യാപിറ്റൽ, ലോങ് ടേം ലാബിലിറ്റി, ഷോർട്ട് ടേം ലാബിലിറ്റി. കറണ്ട് ലാബിലിറ്റിയിൽ എന്തൊക്കെയാ വരിക? ചെറിയ ലോണുകൾ, ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാങ്കിൽ നിന്ന് എടുക്കുന്ന ഷോർട്ട് ടേം ലോൺ ആയിട്ട് വേണമെങ്കിൽ ഇതിനെ ട്രീറ്റ് ചെയ്യാം. ഷോർട്ട് ടേം ലോൺ എന്ന് പറയാൻ പാടില്ല. നമ്മൾ അസറ്റും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് താൽക്കാലികം നമുക്ക് ഓവറായിട്ട് വിഡ്രോ ചെയ്യാനുള്ള ഫെസിലിറ്റി ബാങ്ക് ഓടി വേണമെങ്കിൽ എങ്ങനെ എഴുതാം, ബാങ്ക് ഓടി.
പിന്നെ നമ്മൾ കൊടുക്കാനുള്ള പൈസ, ബിൽസ് പേയബിൾ എന്ന് വേണമെങ്കിൽ പറയാം. ബിൽസ് പേയബിൾ എന്ന് പറഞ്ഞാൽ കൊടുക്കാനുള്ള പൈസ. അതായത് സൺട്രി ക്രെഡിറ്റേഴ്സ്, ഒന്നുകൂടി വൃത്തിയിൽ പറയുകയാണെങ്കിൽ സൺട്രി ക്രെഡിറ്റേഴ്സ്. ഓക്കെ. പിന്നീട് വരുന്നത് ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസ്, നമ്മൾ അഡ്ജസ്റ്റ്മെന്റ്സുകൾ പറയുന്നുള്ളൂ. ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ഭാഗത്ത് വരിക. ക്യാപിറ്റൽ, ലോങ് ടേം ലാബിലിറ്റി, ഷോർട്ട് ടേം ലാബിലിറ്റി, കറണ്ട് ലാബിലിറ്റിയിൽ ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ്, ബിൽസ് പേയബിൾ, സൺട്രി ക്രെഡിറ്റേഴ്സ്, ടാക്സ് കൊടുക്കാനുള്ളത്, വേറെ എന്തെങ്കിലും ആർക്കെങ്കിലും ഒക്കെ കൊടുക്കാനുള്ളത്, പിന്നെ ഷോർട്ട് ടേം ബാങ്ക് ലോൺസ് ഒക്കെ ഇവിടെ വരും. ഈ കാര്യങ്ങളാണ് ഈ ലാബിലിറ്റി സൈഡ് വരുന്നത്. അസറ്റ് സൈഡിൽ നമുക്ക് എല്ലാവർക്കും അറിയാം ഫിക്സഡ് അസറ്റ്. ഫിക്സഡ് അസറ്റിന് എന്താണെന്ന് വിശദമായിട്ട് നമ്മൾ മുമ്പ് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഫിക്സഡ് അസറ്റിൽ എന്തൊക്കെ വരും അതൊക്കെ ഇവിടെ വരും. ലാൻഡ് വരാം, ഫർണിച്ചർ വരാം, ബിൽഡിംഗ് വരാം, മെഷീനറി വരാം, വെഹിക്കിൾ വരാം, കമ്പ്യൂട്ടർ വരാം, CCTV വരാം, ലൈറ്റ് ആൻഡ് സൗണ്ട്സ് വരാം, ബിൽഡിംഗ് വരാം, എന്തും വരാം. ഫിക്സഡ് ആയിട്ടുള്ള നേച്ചർ, ഒരു വർഷത്തിനേക്കാൾ കൂടുതൽ ബിസിനസ് ലാഭം ഉണ്ടാക്കാൻ വേണ്ടി ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടി ഇടുന്ന എല്ലാ സംഭവങ്ങളെയും ഈ ഒരു സംഭവത്തിനകത്തേക്ക് നമുക്ക് കൊണ്ടുവരാം. പിന്നീടുള്ളത് കറണ്ട് അസറ്റ് ആണ്. കറണ്ട് അസറ്റ് എന്ന് പറയുമ്പോൾ എപ്പോഴും ക്യാഷിലേക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള സാധനങ്ങൾ. എനി ടൈം ക്യാഷ് ഇൻ ഹാൻഡ്, കയ്യിലുള്ള ക്യാഷ്, അതാണ് ക്യാഷ് ഇൻ ഹാൻഡ്. ബാങ്കിലുള്ള ക്യാഷ് അറ്റ് ബാങ്ക്, നമുക്ക് കിട്ടാനുള്ള പൈസ, ഏത് നേരത്തും നമുക്ക് പൈസയായിട്ട് വരുന്ന സാധനമാണ്. ബിൽസ് റിസീവബിള്, അതായത് സൺട്രി ഡെപ്റ്റേഴ്സ് എന്ന് വേണമെങ്കിൽ പറയാം. ഇൻവെസ്റ്റ്മെന്റ്, നമ്മുടെ നേരത്തെ ഡിസ്കഷൻ വന്നിട്ടുള്ള ക്ലോസിംഗ് സ്റ്റോക്ക്, ഈ സംഭവങ്ങളൊക്കെ ഇതിനകത്ത് വരുന്ന സംഭവമാണ്. ഓക്കെ. പിന്നെ നമുക്ക് നെറ്റ് പ്രോഫിറ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് ലാബിലിറ്റി സൈഡിലാണ് വരുന്നത്. നെറ്റ് പ്രോഫിറ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ ലാബിലിറ്റി സൈഡിൽ വരും. ക്യാപിറ്റലിന്റെ കൂടെ ആഡ് ചെയ്യും നെറ്റ് പ്രോഫിറ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ. നെറ്റ് ലോസ് ആണ് കിട്ടിയിട്ടുണ്ടെങ്കിൽ നേരെ വേണമെങ്കിൽ അസറ്റ് സൈഡിൽ കൊണ്ടുപോയി എഴുതുന്നതിന് കുഴപ്പമൊന്നുമില്ല. പക്ഷെ അതിന്റെ ആവശ്യമില്ല, ക്യാപിറ്റൽ അഡ്ജസ്റ്റ് ചെയ്തിട്ട് എഴുതിയാൽ മതി. ക്യാപിറ്റലിന് എമൗണ്ട് കുറച്ചാൽ മതി. അതായത് നെറ്റ് പ്രോഫിറ്റ് കിട്ടിക്കഴിഞ്ഞാൽ ക്യാപിറ്റലിന് കൂടെ പ്ലസ് ചെയ്യും, നെറ്റ് ലോസ് ആണെങ്കിൽ മൈനസ് ചെയ്യും. അങ്ങനെ ആലോചിക്കാം. ചില മുഴുവൻ എമൗണ്ടും വിഡ്രോ ചെയ്യുന്ന കേസുകളുണ്ട്. ഇതിൻ്റെ ഒരു ഫോർമാറ്റ് ഞാൻ ആപ്പിനകത്ത് അപ്ലോഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. ആപ്പിനകത്ത് നിങ്ങൾക്ക് കണ്ടാൽ കിട്ടും. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൻ്റെയും ട്രേഡിംഗ് അക്കൗണ്ടിൻ്റെയൊക്കെ ഫോർമാറ്റ് ആപ്പിനകത്ത് അപ്ലോഡ് ചെയ്യും. ഓക്കെ. ഒരൊറ്റ സംഭവം കൂടി ഒന്ന് ബാലൻസ് ഷീറ്റ് റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു സംഭവം കൂടി ചെയ്തു തരാം. ഇതൊന്ന് ഓടിച്ച് ചെയ്തോളാം. ഞാനിപ്പോൾ നിങ്ങളുടെ മുമ്പിൽ ട്രയൽ ബാലൻസ് ആണ് തരുന്നത്. ട്രയൽ ബാലൻസ് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? ട്രയൽ ബാലൻസ് എന്ന് പറഞ്ഞാൽ എന്താ? ഹലോ, ട്രയൽ ബാലൻസ് എന്ന് പറഞ്ഞാൽ എന്താ? മൈക്ക് ഇപ്പോഴും സമ്മറി. എന്തിന്റെ സമ്മറിയാണ്? അക്കൗണ്ട്സിന്റെ ഒരു സമ്മറി ഞാൻ നിങ്ങൾക്ക് തരികയാണ്. അക്കൗണ്ട്സിന്റെ സമ്മറി തരികയാണ്. ട്രേഡിംഗ് അക്കൗണ്ടിന്റെ ഒരു സമ്മറി ഞാൻ തരാൻ വേണ്ടി പോകുന്നത്. അതാണ് നെയിം ഓഫ് അക്കൗണ്ട്. ഇത് ഇതേപോലെ എഴുതി വെക്കണേ. ഡെബിറ്റ്, ക്രെഡിറ്റ്, സ്റ്റോക്ക്, സ്റ്റോക്ക്, സെയിൽസ്. ഇത് ഡെബിറ്റ് ആണോ ക്രെഡിറ്റ് ആണോ എന്നുള്ളത് നിങ്ങൾക്ക് അറിയായിരിക്കും. ഞാൻ ഡെബിറ്റിലും ക്രെഡിറ്റിലൊക്കെ എഴുതുമ്പോൾ നിങ്ങളത് മനസ്സിലാക്കുക. ഇന്ന സംഭവം കൊണ്ടാണ് അത് ഡെബിറ്റിലായി പോകുന്നത്.
Purchase sales return 3200. Then purchase return wage 2000, carriage in 500, rent received 300, plant and machinery audit fee 1000, commission received 300, cash in hand 2700, cash at bank 12350, repairing charge 250, discount allowed interest received sundry debtors sundry creditor drawings 3000, manufacturing expense 1450, okay മതി. ക്യാപിറ്റലും കൂടി ആഡ് ചെയ്യണം അല്ലേ? ഓക്കെ, ക്യാപിറ്റൽ നമുക്ക് 62,600 അടിക്കണം.
ഇത് വെച്ചിട്ട് നിങ്ങൾ പ്രിപ്പയർ ചെയ്യേണ്ടത് ട്രേഡിംഗ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, അതിൻ്റെ ബേസിൽ ഒരു ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യണം. ട്രേഡിംഗ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, അതിൻ്റെ ബേസിൽ ഒരു ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യണം. ഓക്കെ അല്ലേ? ചെയ്തൂടെ? ചെയ്തൂടെ? ഇതിന്റെ ബേസിൽ ചെയ്തൂടെ? ഹലോ, സിമ്പിൾ അല്ലേ? ഫൈൻ. ഇതാരെങ്കിലും നോട്ടിൽ എഴുതിയിട്ടുണ്ടെങ്കിൽ ഗ്രൂപ്പിനകത്ത് പോസ്റ്റ് ചെയ്താൽ മതി. ഓക്കെ, അപ്പൊ ഈ ഒരു സംഭവം ആണ് നിങ്ങളൊന്ന് ചെയ്ത് അപ്ഡേറ്റ് ചെയ്യേണ്ടത്. ഓക്കെ, പോരെ? ഈ കാര്യങ്ങൾ നോക്കിയാൽ പോരെ? സെറ്റ് അല്ലേ? റെഡി അല്ലേ? ചെയ്യാലോ? ഹലോ, ഒരു അർജന്റ് കോൾ ഉണ്ട്, എനിക്ക് അത്യാവശ്യമായിട്ട് പോകേണ്ട ഒരു കേസ് ഉണ്ട്. ഇത് ചെയ്യൂലേ? എല്ലാവരും ചെയ്യൂലേ? സെറ്റ് അല്ലേ? ഓക്കെ, ഫൈൻ. ഓക്കെ, ഇതിന്റെ അഡ്ജസ്റ്റ്മെന്റ്സുകളൊക്കെയാണ് നമുക്ക് പറയാനുള്ളത്. ഇന്ന് സെഷൻ ഒരിക്കലും മിസ്സാവരുത് കേട്ടോ. ഇനിയുള്ള സെഷനിൽ മിസ്സായി കഴിഞ്ഞാൽ ഒക്കെ ഒരുപാട് കാര്യങ്ങൾ പോകും. ഇപ്പോൾ വേണുഗോപാൽ സാർ ചോദിച്ച ചോദ്യം അവിടെ കിടക്കുന്നുണ്ട്, നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടില്ല, അത് പറയാം. ഇനി ഫൈനൽ അഡ്ജസ്റ്റ്മെന്റ്സ്, അതായത് ഔട്ട്സ്റ്റാൻഡിംഗ് എക്സ്പെൻസ്, പ്രീപെയ്ഡ് എക്സ്പെൻസ്, അക്രൂഡ് ഇൻകം, അൺഏൺഡ് ഇൻകം, ഡിപ്രീസിയേഷൻ, അപ്രീസിയേഷൻ, ബാഡ് ഡെപ്റ്റ്, ഫർദർ ബാഡ് ഡെപ്റ്റ്, പ്രൊവിഷൻ ഫോർ ബാഡ് ആൻഡ് ഡൗട്ട്ഫുൾ ഡെപ്റ്റ്, ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ, ഇൻട്രസ്റ്റ് ഓൺ, ഇതൊക്കെ വരാൻ പോകുന്നേ ഉള്ളൂ. പിന്നെ മറ്റേ സംഭവം നമ്മൾ മിസ്സായിട്ടുണ്ടെന്ന് തോന്നുന്നത്, ഇടയിൽ അക്കൗണ്ട്സ് കോൺസെപ്റ്റ്സുകൾ നമുക്ക് മിസ്സായിട്ടുണ്ടെന്ന് തോന്നുന്നുണ്ട്. ഡ്യുവൽ എൻട്രി കോൺസെപ്റ്റ് എന്ന് പറഞ്ഞ സംഭവങ്ങളൊക്കെ. ഓക്കെ, നേരത്തെ ചോദിച്ചാൽ ക്ലോസിംഗ് സ്റ്റോക്ക് ആരോ ചോദിക്കുന്നുണ്ടല്ലോ. ക്ലോസിംഗ് സ്റ്റോക്ക് 33,300 കേട്ടോ. ക്ലോസിംഗ് സ്റ്റോക്ക് 33,300. ഓക്കെ, താങ്ക് യു ആതിര ചോദിച്ചതിന്. സോ ഇത്രയാണ് നമുക്ക് പറയാനുള്ളത്. ഒരുപാട് പ്രോബ്ലംസ് കഴിഞ്ഞതിനും പെൻഡിങ് ഉണ്ട്. ഞാൻ അപ്ലോഡ് ചെയ്യാൻ വിട്ടു തന്നെയുണ്ട്. അതും ഇതെല്ലാം ചെയ്യുന്ന സമയത്ത് കുറച്ച് വർക്കുകൾ ഇനി അധികം ഉണ്ടാവും. നാളെ ആകുമ്പോഴേക്കും എല്ലാം അപ്ഡേറ്റ് ചെയ്യാം. ഓക്കെ, ഇനി വേറെ എന്തെങ്കിലും ഉണ്ടോ? ക്ലോസിംഗ് സ്റ്റോക്ക് 33,300, 33,300. യൂട്യൂബിനകത്ത് ചോദിക്കുന്നത് 33,300. ആ, ബാലചന്ദ്രൻ സാറാണെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഫൈൻ. ഓക്കെ, ഫൈൻ. സോ ഇന്നത്തെ വീഡിയോ ഞാൻ റെക്കോർഡ് ചെയ്തിട്ടില്ല എന്ന് തോന്നുന്നുണ്ട്. അപ്പം യൂട്യൂബിനകത്ത് ലൈവ് എന്ന് പറഞ്ഞിടത്ത് ഭാഗത്തായിരിക്കും ഈ സംഭവങ്ങൾ കാണാം. ഇത് ക്ലാസ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ലൈവ് എന്ന് പറഞ്ഞ ഒരു ഏരിയയിലായിരിക്കും ഇത് കാണുന്നുണ്ടാവും. നോർമൽ വീഡിയോ ഒക്കെ അകത്ത് കിട്ടില്ല. അപ്പോൾ അവിടെ പോയിട്ട് നിങ്ങൾ ലൈവ് കണ്ടോളൂ. ഈ ഒരു ആൻസർ ഞാൻ ആപ്പിനകത്ത് പോസ്റ്റ് ചെയ്യും, ഗ്രൂപ്പിനകത്ത് പോസ്റ്റ് ചെയ്യില്ല, ആപ്പിനകത്ത് പോസ്റ്റ് ചെയ്യും. നിങ്ങൾ അവിടെ നിങ്ങൾക്ക് ഈ സംഭവങ്ങൾ എടുക്കാം. ഓക്കെ, ഫൈൻ. സോ ഇന്ന് ഇത്രയാണ് നമ്മൾ പറയുന്നത്, കൂടുതലൊന്നും പറയുന്നില്ല. സോ മറ്റൊരു സെഷനിൽ നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, ഒരു അർജന്റ് പോക്കാണ് പോകുന്നത്, അതുകൊണ്ടാണ്. ഓക്കെ, ബാക്കി ഇന്ന് കുറച്ച് കാര്യങ്ങൾ പറയണമെന്നുണ്ടായിരുന്നു, കുറച്ച് മോട്ടിവേഷനൊക്കെ തരാമെന്ന് വിചാരിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ഇന്നൊരു അർജന്റ് കോൾ വന്നു, അപ്പോൾ അവരെ ഇന്ന് മീറ്റ് ചെയ്യേണ്ടതുണ്ട്. സോ എന്തായാലും അടുത്ത സെഷനിൽ നമുക്ക് വീണ്ടും ഇതേപോലെ കാണാനും സംസാരിക്കാനും ഒക്കെ ഉള്ള ഭാഗ്യം ഉണ്ടാവട്ടെ. ഓക്കെ, ഫൈൻ. ഇന്ന് നമുക്ക് വരിക. ബൈ, ഗുഡ് നൈറ്റ്, താങ്ക് യു. ഈ പ്രോബ്ലം ഒന്ന് അപ്ഡേറ്റ് ചെയ്തോളൂ കേട്ടോ. 10 മണി വരെ സമയമുണ്ടല്ലോ, നിങ്ങൾക്ക് വേണമെങ്കിൽ ഇപ്പോൾ
ഇരുന്ന ഇരുത്തത്തിൽ തന്നെ ചെയ്ത് കഴിഞ്ഞാൽ ട്രേഡിങ്ങും പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും ഒക്കെ തീരുമായിരിക്കും. മറ്റൊരു സമയത്തേക്ക് മാറ്റി വെക്കുന്നതിലേറെ നല്ല അതായിരിക്കും അല്ലേ? അങ്ങനെ ചെയ്യാൻ പറ്റുന്ന ആളുകൾ അങ്ങനെ ചെയ്യാം.